ആയകാലത്തൊക്കെ ചോര നീരാക്കി മടച്ചധ്വാനിച്ചുണ്ടാക്കിയ പണമൊക്കെ കരുവന്നൂർ ബാങ്കിലിട്ട് കൊടിയ രോഗപീഠകാലത്തും തിരിച്ചു കിട്ടാത്ത മനോവേദനയിൽ മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ആ ബാങ്കിലെ ഒരു ഗതികെട്ട നിക്ഷേപകൻ അവസാന നീക്കമായി അയച്ച കത്തിലെ അവസാന വരികൾ ഇങ്ങനെയാണ്: ആയതിനാൽ ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെയും മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ രാഷ്ട്രപിതാവിനെ കൊന്നുതള്ളിയ ജനുവരി 30-ന് കോടതിയുടെയും അങ്ങയുടെയും അറിവോടെ എന്റെ ജീവിതം അവസാനിപ്പിക്കാം എന്നു ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു ദയാവധ ഹർജിയായി സ്വീകരിച്ച് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. വിധേയൻ ജോഷി, മാപ്രാണം, 18/1/2024. അവിടെ ശതകോടികളുടെ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് തന്നെ പാർട്ടി ബോധ്യത്തിൽ നേതാക്കളും അവരുടെ ആർത്തിക്കാരായ ശിങ്കിടികളും 10 പൈസയ്ക്ക് വകയില്ലാത്തവനെ കൊള്ളയടിച്ച് പടുത്ത സമാന്തര സാമ്പത്തിക സാമ്രാജ്യം പൊളിയുമ്പോൾ കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള അവസാന നീക്കമായി മാത്രം ആത്മഹത്യയ്ക്ക് അനുവാദം തേടലിനെ കാണരുത്. ഓർമ്മ വെച്ച നാൾ മുതൽ ചോരയിൽ തുടിക്കുന്ന ചുവപ്പിന്റെ ഊറ്റത്തിൽ CPM നേതൃത്വം നൽകിയൊരു പ്രസ്ഥാനത്തെ കണ്ണുമടച്ച് നെഞ്ചിലേക്കെടുത്ത കുറ്റത്തിന് ഗതികേടിന്റെ പലതലങ്ങൾ കടന്ന് ക്ഷമയുടെ പരമാവധിയും കഴിഞ്ഞ് ആത്മഹത്യ സമരായുധമാക്കാനുള്ള ഒരു സഖാവിന്റെ ആലോചനയാണ്. അതൊരടവ് നമ്പരല്ല. പ്രായമാകുന്ന ഒരു കാലത്ത് കരുത്താവാൻ ബാങ്കിലിട്ട പണം കിട്ടാതെ ചികിത്സ കിട്ടാതെ മരിച്ച ഫിലോമിനയുടെ വഴിയിൽ ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ വഴിയിൽ ജീവിതാനുഭവങ്ങളിൽ പരുക്കനായി പോയ 20 വർഷത്തിനിടെ 2 തവണ ആക്രമിച്ച ട്യൂമർ അടക്കം 21 ഓപ്പറേഷനുകൾക്ക് വിധേയനായ വിദ്യാർത്ഥികളായ 2 മക്കളടക്കം ഒരു പരമസാധു മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ ശബ്ദമുയർത്തേണ്ട ഇന്നാട്ടിലെ ഓരോ പൗരന്റെയും ബാധ്യതയാണ്. അല്ലാതെ അന്വേഷണമൊക്കെ അസംബന്ധ നാടകം. നമ്മൾ കണ്ടതാണ്. കേരളം അതുവരെ കാണാത്തൊരു തീവട്ടിക്കൊള്ള, അതിൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്കുമറച്ചു വെച്ച ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ കളിയാക്കൽ, പിന്നീട് വന്ന ED, പിന്നീട് കണ്ട ചോദ്യം ചെയ്യലുകൾ, CPM നേതാവ് PR അരവിന്ദാക്ഷന്റെ അറസ്റ്റ്, ഡേവിസ് കാട, MK കണ്ണനിലൂടെ ഒക്കെ ആ അന്വേഷണം സാക്ഷാൽ AC മൊയ്തീന്റെ വീട്ടുതിണ്ണയിലേക്കാണോ എന്ന് സംശയമുണർത്തിയ വ്യവഹാര ദിവസങ്ങൾ. അതിന്റെ തുടർച്ചയിൽ ആ തട്ടിപ്പിൽ മന്ത്രി P രാജീവനും പങ്കുന്ന ഒരു മാപ്പുസാക്ഷിയെയും ED സത്യവാങ്മൂലത്തിൽ കണ്ടതാണ് കേരളം. ആ സാക്ഷിമൊഴികൾക്കപ്പുറത്ത്, ചോദ്യം ചെയ്യലിനപ്പുറത്ത് ഒത്തുകളികളുടെയും മാച്ച് ഫിക്സിംഗ് എന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ കരുവന്നൂരിലേക്ക് ഇരമ്പിയെത്തിയ EDക്ക് ഇപ്പോഴെന്താ ഒരു മാന്യബാധ എന്ന് ചോദിക്കലാണ് പ്രതിപക്ഷം. ആരോപണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ കവർച്ചാ സംഘത്തിന്റെ നേതൃത്വം ഏതെങ്കിലും തുരങ്ക വഴിയിലെന്ന് രക്ഷപ്പെട്ടു പോയാലും പാവങ്ങളെ പിടിച്ചു പറിച്ച് അവരുടെ ചോരക്കണ്ണീരുള്ള പണത്തിൽ പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മുടിഞ്ഞു പോകാനുള്ള സാമ്രാജ്യങ്ങളാണ്. അവിടെ നിക്ഷേപം നടത്തിയവർക്ക് ഒരൊറ്റ ചില്ലിക്കാശും പോവില്ലെന്ന് ഉറപ്പിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണെങ്കിലും പണം മുടക്കി കോടതിയിൽ വ്യവഹാരത്തിന് പോയവർക്ക് മറ്റു വഴിയില്ലാതെ എന്തൊക്കെയോ കൊടുത്തു. ബാക്കി ആയുസിന്റെ സമ്പാദ്യം അത്രയും നിക്ഷേപിച്ചവർക്ക് ഇപ്പോഴും എറിഞ്ഞു കൊടുക്കുന്നുണ്ട് നക്കാപ്പിച്ച. കേന്ദ്ര സർക്കാരിനെതിരെ ഊറ്റത്തോടെ മനുഷ്യച്ചങ്ങല കെട്ടിയ DYFI നേതാക്കൾ തിരക്ക് കഴിഞ്ഞെങ്കിൽ ആ ജോഷിയെ ഒന്ന് കേൾക്കണം. ഒളിവിൽ കഴിഞ്ഞ സാക്ഷാൽ EMSന് ഭക്ഷണം വെച്ചു കൊടുത്തൊരു അമ്മയുടെ മകനാണ്. ആയ കാലത്ത് പാർട്ടി പടുക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പാർട്ടി അംഗമല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പുത്രിയായതുകൊണ്ട് മാത്രം ഒരു കടലാസ കമ്പനിക്ക് വേണ്ടി തെരുവിൽ വീറോട് വീറ് വാദിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം മുഖ്യമന്ത്രിയിൽ നിന്ന് ആത്മഹത്യാ കത്ത് വാങ്ങി വലിച്ചു കീറിക്കളഞ്ഞ് ആ സഖാവിനെ കൊലയ്ക്ക് കൊടുക്കല്ലേ എന്നൊരു 2 വാക്കുമിണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ദയാവധത്തിന് അപേക്ഷ നൽകിയ ശ്രീ ജോഷി ആന്റണി, ശ്രീ T അസഫ് അലി, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ റെജി ലൂക്കോസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ജോഷിയിലേക്ക്. ശ്രീ ജോഷി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ ക്ലീഷേ രൂപത്തിൽ പറയാറുണ്ട്. അങ്ങനെയല്ല, അത് സത്യം അത് തന്നെയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അവിടെ കരുവന്നൂരിൽ കുറച്ചു പേരുടെ ആണെങ്കിലും കുറച്ചാണെങ്കിലും പണം കൊടുത്തു തുടങ്ങുന്നുണ്ട്. എന്നിട്ടും ജീവിതം അവസാനിപ്പിക്കാൻ അനുവാദം തരണം എന്ന ഒരു വലിയ നൈരാശ്യബാധ എന്തുകൊണ്ടാണ് ജോഷി? ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പണം തിരിച്ചു ചോദിച്ചിട്ട് 2.5 വർഷമായി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജോഷി, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജോഷി, കേൾക്കാം, പറയൂ. 2.5 വർഷമായി ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയും പണം തിരികെ ചോദിച്ചിട്ട്. എന്നുവെച്ചാൽ ഇവിടെ വിശ്വാസമാണ് ഇല്ലാതായിട്ടുള്ളത്, വിശ്വാസവഞ്ചനയാണ് ചെയ്തിട്ടുള്ളത്. വഴിക്കൂടെ പോയ ആളുകൾക്ക് മുഴുവൻ ആരുടെയൊക്കെ പിൻബലത്തിൽ, ആരുടെയൊക്കെ ശുപാർശയുടെ മുകളിൽ പണം എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നിക്ഷേപകർ പണം ചോദിക്കുമ്പോൾ പുലഭ്യം പറയുക, ഒഴിവ് പറയുക, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് വന്നേ. അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ പാർട്ടി നേതാവാണ് പറഞ്ഞത് കോടതി പോകാനായിട്ട്, ഹൈക്കോർട്ട് പോകാനായിട്ട്. ഹൈക്കോർട്ട് പോയി. അവിടെ എനിക്കെതിരെ വാദിച്ചത് സർക്കാർ വക്കീലാണ്. മുഖ്യമന്ത്രി പറയുക, നിങ്ങളുടെ ഒരു ചില്ലിക്കാശും പോവില്ല, സർക്കാർ ഗ്യാരണ്ടിയാണ്, മുഖ്യമന്ത്രി ഉറപ്പാണെന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഹൈക്കോടതിയിലെതിർക്ക് നമുക്ക് പൈസ തരരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ്. കോൺട്രാക്ടറാണ്, കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കരുത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊന്നുമില്ല ചോദിക്കുന്നത്, എൻ്റെയും കുടുംബത്തിൻ്റെയും. കാരണം എൻ്റെ മാതാപിതാക്കളുടെ മേലുണ്ടായിരുന്ന നിക്ഷേപം 25 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. അത് അവരുടെ ചികിത്സാ ചെലവിന് വേണ്ടി സൂക്ഷിച്ചതാണ്. 2 പേരും മരിച്ചുപോയി. അതിനുശേഷമാണ്
നോമിനി ആയിരുന്നിട്ടുള്ള എൻ്റെ പേരിലേക്ക് ഇത് വരുന്നത്. എനിക്ക് സഹോദരിക്കും സഹോദരനും അനിയനോ പൈസ ഭാഗം വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ആ സമയം കഴിയുമ്പോൾ ആരുടെയാണ് കുടുംബ വസ്തു സമയത്ത് ഭാഗം വെച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വഴക്കുണ്ടാവാത്തത്? എൻ്റെ ഭാര്യയുടെ അമ്മയുടെ പൈസ പെരുന്തമണ്ണ ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പൈസയാണ്. അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ഇവർ ടാർജറ്റ് തയ്ക്കാനായിട്ട് വന്ന് ബുദ്ധിമുട്ടിച്ച് വീട്ടിൽ കയറി ഇറങ്ങി ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡെപ്പോസിറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് കേൾക്കുമ്പോൾ ആരാണ് പണം തിരിച്ചു ചോദിക്കാതിരിക്കുക? ആ തിരിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് 77 വയസ്സുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പൈസ അവിടെ നിക്ഷേപിച്ചത്. എന്നോടല്ല അതിൻ്റെ കുറവുണ്ടാവുക. എൻ്റെ സഹോദരൻ്റെ പൈസ, അവരുടെ മോളുടെ പൈസ, അവരുടെ വീട്ടിലിപ്പോൾ ബന്ധങ്ങൾ വഷളായി തുടങ്ങി. അവരൊക്കെ എന്നെയല്ല അതിനിപ്പോൾ പറയുക. തിരിച്ച് ഇത്രയും മെഡിക്കൽ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുക. ഞാൻ എത്ര ദിവസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നു. അതിപ്പോൾ കേരളം മുഴുവൻ ചർച്ചയായിരിക്കണം. എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഭാര്യയോട് ചോദിക്കുക, ജോഷിക്ക് ഏതാ സ്റ്റേജ്, ട്യൂമറിന് ഏതാ സ്റ്റേജ്? മകൾ സ്കൂളിൽ കോളേജിൽ പോകുമ്പോൾ അവളോട് ടീച്ചർമാർ ചോദിക്കുക, കുട്ടികൾ ചോദിക്കുക ഏതാ സ്റ്റേജ്, അപ്പൻ ഏതാ സ്റ്റേജ് എന്ന്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മകളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ മകളോടാണ് ആളുകൾ പുറത്ത് പോകുമ്പോൾ ചോദിക്കണേ അപ്പൻ ഏതാ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുടുംബത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങുക? എങ്ങനെയാണ് അവിടെ ഒരു സന്തോഷം ഉണ്ടാവുക? ഞാൻ ചെയ്ത കുറ്റം? ഞാൻ എന്താ പറയണ, രാപ്പകല് ഒരു കാലം 1.5 കാലമായിരുന്നു 2 ക്രച്ചിൽ നടക്കുന്ന സമയത്ത് തൊട്ട് കൂലിപ്പണി ചെയ്യുന്ന സമയത്ത് ചെയ്തത്. കൂലിപ്പണി ചെയ്യുന്ന സമയം തൊട്ട് രാപ്പകൽ അധ്വാനിച്ചിട്ട് രാത്രി 12 മണി വരെയും 2 മണി വരെയൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, കൂലിപ്പണി എടുത്തിട്ട്. ആ ചെയ്ത പണം തൊട്ട് അവിടെ നിന്ന് പിടിച്ച് കര കയറി ബാക്കിയായ പൈസയൊക്കെ ഇവരുടെ അടുത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചു. പോരാത്തതിന് ഈ ഭാര്യയുടെ അമ്മയുടെയും ചേച്ചിയുടെയും അവളുടെ മോളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും അവരുടെ ആശ്രയത്തിന് വേണ്ടിയുള്ള പണമൊക്കെ ഇവരെ നിക്ഷേപിച്ചതാണ് ഞാൻ ചെയ്ത കുറ്റം, ഇവരെ വിശ്വസിച്ചതോ. എന്നിട്ട് ഇതിൽ നമുക്കറിയാം ഇപ്പോൾ ഇവരൊക്കെ ഈ നൂലാമാല കേസ്, അവരുടെ മരണം വരെ തട്ടിക്കളിച്ച് കൊണ്ടുപോകാൻ നൂലാമാല കേസുകൾ എടുത്തിട്ട് മാക്സിമം 3 വർഷം ശിക്ഷ കിട്ടും, ഒരു 5 ലക്ഷം രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ അവർ ഊരി. അവരൊക്കെ കൊണ്ടുപോയി വിദേശത്ത് നിക്ഷേപിച്ച് അവിടെ കുടിവെള്ള കമ്പനിയും അപ്പടിപ്പിടി കമ്പനികളൊക്കെ ആയിട്ട് ഇവിടെ ബാറുകളൊക്കെ ആയിട്ട് വിലസാണ് ഈ കട്ട ആളുകൾ. തൃശ്ശൂർ ബാറുകളുടെയൊക്കെ മുതലാളിമാരാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ ബിനി ബാർ, തൃശ്ശൂർ ബിനി ബാർ ആരാ നടത്തുന്നതെന്ന്. ബിനി ബാറിൻ്റെ പേരിൽ ഒരു ബിനാമിയുടെ പേരിലാണ് ബിനി ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ വെഡ്ഡിംഗ് വില്ലേജ്. നിങ്ങൾ പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അന്വേഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ബിനാമികളിലൊക്കെ പുറകിലാരാന്ന്. പിന്നെ ഇവിടെ മുൻപ് ഒരു ഒറ്റയാൾ പ്രതിഷേധം നടത്തിയിരുന്നു സുജേഷ് കണ്ണാട്ട്, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് വധഭീഷണിയാണ് വന്നത്. ഇക്കാടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൊന്നുകളയും. എന്നിട്ട് അവൻ ഗൾഫിലേക്ക് മുങ്ങിപ്പോയി. വീട്ടുകാർ കണ്ടീരും കരച്ചിലായി. ഇപ്പോൾ സുജേഷ് ഗൾഫിലേക്ക് പോയി. എന്ത് മര്യാദയാണ് ഇവിടെയുള്ള, എന്ത് സുരക്ഷ ഇവിടെ ഉള്ളത്? അല്ല ജോഷി, താങ്കളുടെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. താങ്കളുടെ മന്ത്രി ബിന്ദുവായിട്ടടക്കം സംഘടനാ തലത്തിൽ പോലും അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ താങ്കൾക്ക് ആ മേഖലയിലൊക്കെയുള്ള പരിചയം വെച്ച് ഒന്ന് ഇപ്പോൾ ഞാൻ പറയുന്ന താങ്കളുടെ ആയുഷ്കാല സമ്പാദ്യത്തിന്റെ പണം വാങ്ങിയെടുക്കാൻ ആരോടെങ്കിലും പോയി സ്വാധീനം ചോദിക്കൽ എന്നത് അങ്ങേയറ്റം ഗതികേടാണെങ്കിൽ കൂടിയും മറ്റു വഴിയില്ലാതെ മന്ത്രി ബിന്ദുവിനോടക്കം ഒന്ന് പറഞ്ഞുകൂടെ, അതിന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് പണം ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞുകൂടെ ജോഷി? നിങ്ങൾ ട്രാപ്പ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നിവൃത്തിയില്ലേ പറയാതെ ഞാൻ പലവട്ടം പല ആളുകളോടും ഞാനത് പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അത് ഒരാളും സഹായിച്ചുമില്ല, അതിൽ സഹകരിച്ചുമില്ല. ഒരു സ്ഥലത്ത് പോലും ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ പുലഭ്യം പാർട്ടി ഗ്രൂപ്പിൽ, ഞങ്ങളൊരു പഴയ SFIക്കാരുടെ ഏരിയ കമ്മിറ്റിക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ പറഞ്ഞ പുലഭ്യം കേട്ടാൽ ഇറക്കും, ഇവിടെ പറയാൻ പറ്റില്ല. ഈ സഖാവ് EMS ചേർത്തിട്ട് എൻ്റെ വീട്ടിൽ സഖാവ് EMS ഉറങ്ങിയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഒരു പുലഭ്യം പറഞ്ഞു. അയാൾ ഇരിങ്ങാലൂടെ ഏരിയയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എൻ്റെ സുഹൃത്ത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഇനി വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈബർ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിൽ കേസെടുത്ത് ഇവനൊക്കെ ഉള്ളിലിടുക വേണ്ടത്. ഇതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി. അത്രയും വൃത്തികെട്ട നെറുകെട്ട മര്യാദകേട് താങ്കളോട് പറയാൻ മാത്രം എന്തിനാണ് താങ്കളോട് അത്ര പക? എന്താണ് ഇട്ട പണം തിരിച്ചു ചോദിച്ചു എന്നുകൊണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നതുകൊണ്ടോ? ഞാൻ പറഞ്ഞേക്കോ അല്ലേ, കാൾ മാർക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ നയങ്ങളും അയാൾ പിൻചെന്ന മനുഷ്യത്വ മൂല്യങ്ങളും അയാളുടെ ഇസമാണ് മാർക്സിസം. അല്ലാതെ കട്ടും കൈയിട്ട് വാരി മോട്ടിച്ചും അതിന് ടാക്സ് അടച്ചും അത് നിയമവിധേയ എന്ന് പറയുന്നതല്ല മാർക്സിസം. ഇവർക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആർക്കാണ് മാർക്സിസം അറിയാത്ത മാർക്സിസ്റ്റുകാർ ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. നല്ല ധൈര്യത്തോടു കൂടി പറയുന്നത് ഞാനൊരു മാർക്സിസ്റ്റാണ്. നേരെ തിരിച്ച് ഈ പറയുന്ന തെമ്മാട്ടിത്തരം പുലയാട്ടുമാണ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. ഇവർക്ക് വേണമെങ്കിൽ വെല്ലുവിളിക്കാം. ഇപ്പോൾ ഈ പുലഭ്യം പറഞ്ഞ എൻ്റെ പുറകെ വീട്ടിൽ വരാം, തല്ലിപ്പൊളിക്കോ, ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ ഒറ്റയ്ക്കുണ്ട്. ഇത് അവസാനം വരെയും ഇങ്ങനെ തന്നെ നിൽക്കും.
വിട്ടുവീഴ്ച ഉണ്ടാവില്ല, വഴങ്ങില്ല. അതാണ് മാർക്സിസ്റ്റ്. കണ്ണി കണ്ട സ്ഥലത്ത് മുഴുവൻ പോയി കഴിഞ്ഞ് സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയം കളിച്ച് കഴിഞ്ഞ് മുട്ടുമടക്കി നട്ടെല്ലാം വിളച്ചും കഴിഞ്ഞ് മുണ്ടൂരി കാണിച്ച് പോരുന്നതല്ല മാർക്സിസം. നോക്കൂ, മുരുകൻ കാട്ടാക്കടയുടെ കവിത ഒറ്റയ്ക്ക് പാടിക്കഴിഞ്ഞാൽ ഇതാണ് മാർക്സിസം എന്ന് പറഞ്ഞാൽ അതാവില്ല മാർക്സിസം. അതിനിച്ചിരി നേരുണ്ട്, വെടുപ്പുണ്ട്, ചുവപ്പുണ്ട്. ആ ചുവപ്പമ്മ കയറി കഴിഞ്ഞ് തോണ്ടി കഴിഞ്ഞ് കണ്ണി കണ്ട കള്ളക്കച്ചവടം മുഴുവൻ ചെയ്ത് കഴിഞ്ഞ് ബിനാമി സ്വത്തുകൾ വാരിക്കൂട്ടി വിദേശത്തും അവിടെ ഇവിടെ പോയി കഴിഞ്ഞ് വിലസി മയാമി ബീച്ചിലും മായോ ക്ലിനിക്കിലും പോയി കഴിഞ്ഞാൽ അതൊന്നും മാർക്സിസം ആവില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റ് പഠിപ്പിക്കരുത്. മാടമ്പി സ്വഭാവം, ഫ്യൂഡലിസവും എല്ലാം മാർക്സിസം. അത് സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും അടിസ്ഥാനമായിട്ടൊരു മനുഷ്യൻ പറഞ്ഞു പോയ ഇസമാണ് മാർക്സിസം. അതിൻ്റെ പേരിൽ ഇവിടെ കയറി കഴിഞ്ഞ് പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് സകല നെറുകേടുകളും കാണിക്കുന്ന ആളുകളെ, കരുവന്നൂരിലെ പ്രതികളെ, പുകമറയത്തുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാവിനെ കൊന്നു തള്ളിയ ദിവസമാണ്, നാഥുറാം ഗോഡ്സെ എന്നുള്ള ഹിന്ദുത്വ തീവ്രവാദി കൊന്നു തള്ളിയ ദിവസമാണ് ജനുവരി 30. എത്തട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവർക്ക് അധികാരിയല്ലേ, അധികാരം എന്തിനുള്ളതാണെന്ന് അവർ പറയട്ടെ. ജനങ്ങളെ സ്വത്തും ജീവനും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിന് കഴിവില്ലെങ്കിൽ അനുവാദം തരട്ടെ. ഞാൻ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി വിഷം കുത്തി വെച്ച് ഞാൻ ചത്തോളാം. അതിന് അധികാരമാണ് തരേണ്ടത്, എനിക്ക് അനുവാദം തരേണ്ടത്. അത് തരട്ടെ. ഇവിടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ഹൈക്കോടതിയിൽ ഞാൻ 1.5 വർഷം കേസ് നടത്തി. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണെന്ന് ഹൈക്കോടതി വിധികളുണ്ട്. സുപ്രധാനമായിട്ടുള്ള വിധികളാണ്. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ്. അത് കോടതി പരിശോധിക്കട്ടെ. കോടതിക്കും അത് തോന്നുകയാണ്, മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഉണ്ടാവട്ടെ. താങ്കളത് വെറുതെ ഒരു കത്തിന്റെ രൂപത്തിൽ പറയുന്നതല്ല എന്ന് താങ്കളുടെ ഇച്ഛാശക്തി അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജോഷി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഏതെങ്കിലും മുതലാളി ചെയ്യാത്ത പൈസ കിട്ടുകൊടുത്ത പണമല്ല കേട്ടോ. ജോഷിയുടെ കൂടിയ എല്ലാ കാലവും കൂടിയ രോഗങ്ങളോട് പടവെട്ടി ഉറും പരിമണി കൂട്ടുന്ന പോലെ ഉണ്ടാക്കി വെച്ച പണവും അടക്കമാണ് ഇപ്പോൾ ഇതിനുവേണ്ടി വാദിക്കുന്നത്. ജോഷി എഴുതുകയാണ് ആ കത്തിൽ, ഇവർക്കെല്ലാം വാശിയാണ് ഞാനൊന്ന് വീഴാനും എൻ്റെ കണ്ണടഞ്ഞു കാണാനും. ചാവും വരെ പെൻഷനും ആനുകൂല്യങ്ങളുമുള്ള സർക്കാർ ജോലിയൊന്നും എനിക്കില്ല. ആകെയുള്ളത് വിദ്യാർത്ഥികളായ 2 മക്കളും വീട്ടമ്മയായ ഭാര്യയും ഉൾപ്പെടുന്ന ചെറിയ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനായി വീഴും വരെ അധ്വാനിക്കാൻ മനസ്സുള്ള കൊഴിഞ്ഞു വീഴാറായ ഒരു ദുർബല ശരീരവും മാത്രം. ഇതുവരെ ആരും അറിയാതെ നിന്ന് എൻ്റെ അസുഖ വിവരങ്ങൾ കരുവന്നൂർ വിഷയത്തെ തുടർന്ന് നാട്ടിലെങ്ങും വെളിവായതോടെ കരാർ പണികൾക്കാരും വിളിക്കുന്നില്ല. കടക്കണികൾ അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപങ്ങൾ പലിശയോടെ തിരികെ കിട്ടണം, അല്ലെങ്കിൽ താമസിക്കുന്ന വീട് വിൽക്കണം. ദൗർഭാഗ്യവശാൽ രണ്ടും നടക്കുന്നില്ല തുടങ്ങി വായിച്ചാൽ കണ്ണു നിറഞ്ഞു പോകുന്നതാണ് ആ കത്തിലെ വരികൾ. CR എന്തുകൊണ്ടാണ് ഒരു വിലാപസ്വരത്തിൽ ഒരു നിക്ഷേപകൻ അങ്ങനെ യാചിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഇപ്പോഴും? എന്താണ് ഇവിടെ കേസ് നടപ്പുണ്ട്, എന്തോ അന്വേഷണമൊക്കെ വരുന്നുണ്ട്, 5 പൈസയില്ല എല്ലാം തിരിച്ചു കൊടുക്കുമെന്നുള്ള ഗീർവാണങ്ങൾ കേൾക്കുന്നുണ്ട് ഈ വർഷങ്ങൾക്കിപ്പുറവും. CR അല്ല അശ്മി, ഞാൻ മുമ്പും ഇതേ ചാനലിൽ പറഞ്ഞ ആദ്യത്തെ വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടോ സാമൂഹ്യ പ്രവർത്തകനായിട്ടല്ല. ഇപ്പോൾ ജോഷിക്കറിയാം, കരുവന്നൂരിൽ ജനിച്ചു വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനം 30 കൊല്ലത്തോളം 1990 വരെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. ഈ ബാങ്ക് പാർട്ടി പിടിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിയുടെ ബാങ്ക് ആകുമ്പോൾ, അന്ന് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, KSYFൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, SFIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ആ കാലത്താണ് ഈ ബാങ്ക് പിടിക്കുന്നത്. ഇന്ന് എൻ്റെ കുറ്റബോധം ഒന്ന് ആലോചിച്ച് നോക്കൂ അശ്മി. അന്ന് എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല, കാരണം അന്ന് പാർട്ടിക്ക് ബാങ്ക് പിടിക്കുകയാണ്. ജോഷി പറഞ്ഞതുപോലെ സഖാവ് EMS, എനിക്ക് ജോഷി അറിയാം, ജോഷിയുടെ ഫാമിലി എനിക്കറിയാം, കാരണം അവിടെ പാർട്ടി പ്രവർത്തനം നടത്തിയാണ്. മാപ്രാണം ലാലിനടുത്താണ് ജോഷി താമസിക്കുന്നത്. അതെനിക്കറിയാം, എനിക്ക് ജോഷി അറിയാം. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ജോഷി പറഞ്ഞത് 100% സത്യസന്ധമാണ്. ഒരു ചോദ്യത്തിന് ഒരു മറുപടിയുമില്ലാതെ വരുമ്പോൾ ഇനി ന്യായീകരണങ്ങളുടെ വല്ലാത്ത തള്ളൽ വരും. ഇപ്പോൾ ജോഷി പറഞ്ഞതുപോലെ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീടിന് മുമ്പിൽ, ഞാൻ ഈ സൊസൈറ്റിയിൽ നിന്ന് കൃത്യം 200 മീറ്റർ ദൂരെയാണ് ഞാൻ കുറേ കാലം താമസിച്ചത്. എൻ്റെ ഒറിജിനൽ വീടിൻ്റെ മുമ്പിലുള്ള 97 വയസ്സായ ഒരു തങ്കമ്മ, അവർ എൻ്റെ അമ്മയേക്കാൾ മൂത്തതാണ്. ഇതേ ജോഷി പറഞ്ഞതുപോലെ അവർക്ക് ചികിത്സയ്ക്ക് പണം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2.5 കൊല്ലമായി അവസാനം ഇട്ടെറിഞ്ഞു കൊടുക്കുന്ന ചില തുട്ടുകൾ ഒഴിച്ചാൽ ഇനി 97 വയസ്സ് കഴിഞ്ഞ് അവർക്ക് ഇനി എപ്പോൾ പൈസ കിട്ടാനാ ലക്ഷ്മി? അല്ല CR, കോടതിയിൽ പോയി ഇപ്പോൾ പണം മുടക്കി കോടതിയിൽ പോയവരുണ്ട്. അത് പണം മുടക്കാൻ ഇപ്പം ഞാൻ ഈ കരുവന്നൂർ പോയതാണ്. എന്താണ് സുരേഷ് ഗോപിയുടെ ആ കാലത്ത് ഒരുപാട് മനുഷ്യരെ കണ്ടു. ഒരു 2 കാലം വിറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, പുള്ളി ഏതോ മുതലാളിയുടെ വീട്ടിൽ അടുക്കളയിൽ പോയി പണിയെടുത്തുണ്ടാക്കി ഏതോ 1 ലക്ഷമോ 2 ലക്ഷം രൂപ എന്തോ ഇട്ടിട്ട് അതിനുവേണ്ടി കരയുന്ന മനുഷ്യരെ കണ്ടു. ഒരുപാട് പരമസാധു മനുഷ്യരെ കണ്ടു. അവർക്കൊന്നും കോടതിയിലേക്ക് പോകാൻ പണമില്ല. കോടതിയിൽ പോയി പണം നടത്തി വ്യവഹാരം നടത്തിയവർക്ക് എന്തോ കൊടുത്തു, ബാക്കിയുള്ളവർക്കൊക്കെ നക്കാപ്പിച്ച. അല്ല, ഇപ്പൊ ജോഷി നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിൽ പോയപ്പോൾ ഇവർ പറഞ്ഞെന്താ അറിയോ? ഇവർക്കെല്ലാവർക്കും പൈസ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പൂട്ടുമെന്നാണ്.
ഞാനിപ്പോൾ അനൗദ്യോഗികമായി മനസ്സിലാക്കുന്നത് 270 കോടി രൂപയുടെ ബാധ്യത ഈ ബാങ്കിന് ഇപ്പോഴുണ്ട്. ജോഷിക്ക് എന്നേക്കാൾ ചിലപ്പോൾ നന്നായി അറിയും. കൃത്യമായി ഞാൻ പറയുന്നു അവരുടെ ഔദ്യോഗികമായി. അപ്പോൾ 270 കോടി രൂപയുടെ ബാധ്യത ഒരു കാലത്തും കൊടുത്തു തീർക്കില്ല എന്ന് അവിടെയുള്ള എല്ലാ മഹാരഥന്മാർക്കും അറിയാം. MTയുടെ ഭാഷയെ ഞാൻ ഉപയോഗിക്കുന്നു, മഹാരഥന്മാർക്കും അറിയാം. 2016 മുമ്പ് തന്നെ വലിയ അഴിമതികൾ, തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുവെന്ന് അവിടുത്തെ പാർട്ടി സഖാക്കൾക്ക് അറിയാമായിരുന്നു. എനിക്കും കുറേ പാർട്ടി സഖാക്കളെ അവിടെ നന്നായിട്ട് അറിയാം. ജോഷിക്ക് പറയാൻ പറ്റും എനിക്ക് എൻ്റെ ബന്ധങ്ങൾ എന്താണെന്ന് അവിടെ അറിയാൻ പറ്റും. ആ പാർട്ടി സഖാക്കൾ അന്നയച്ച കത്ത്, AC മൊയ്തീൻ അന്നയച്ച കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് 2016 2016 കഴിഞ്ഞ് 21 വരെ ഒരു അക്ഷരം മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല, ആരും ചോദിച്ചില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്? ഈ സംഘം എന്നേക്കാൾ പ്രായമുള്ള സംഘമാണ് ഹാഷ്മി. ഞാൻ ജനിക്കുമ്പോൾ ഈ സംഘത്തിൽ 1 രൂപയും 2 രൂപയും കൊടുത്ത പാവങ്ങൾ, എൻ്റെ അമ്മയടക്കം, പുല്ല് വിറ്റ കാശോ അല്ലെങ്കിൽ വൈക്കോല് വിറ്റ കാശോ അല്ലെങ്കിൽ പാല് വിറ്റ കാശോ കൊടുക്കുന്ന 100 കണക്കിന് 1000 മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ വിശ്വാസമാണ് ഒറ്റയടിക്ക് കാറ്റിൽ പറത്തിയത്. നേരത്തെ ജോഷി പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ആർക്കൊക്കെ ലോൺ കൊടുത്തു? ആ ബാങ്കിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള സതീശനും അല്ലെങ്കിൽ അരവിന്ദാക്ഷനും എങ്ങനെയാണ് അവിടെ കൊടുക്കാൻ കഴിഞ്ഞത്? ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയിലായിരുന്നു, ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. പുറത്തുശ്ശേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഒരു ബാങ്കാണത്. ആ ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് വടക്കാഞ്ചേരിയുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയത്? എങ്ങനെയാണ് അയാൾക്ക് അവിടെ അക്കൗണ്ട് വന്നത്? എങ്ങനെയാണ് അയാൾ പ്രവർത്തിച്ചത്? എങ്ങനെയാണ് സതീഷ് വന്നത്? എന്താണ് ജിൽസിൻ്റെ റോൾ? എന്താണ് CK ചന്ദ്രൻ എന്ന് പറയുന്ന ഞാനുള്ളപ്പോൾ അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഞാൻ ആരും കുറ്റം പറയല്ല, വ്യക്തിപരമല്ല. ഇവരൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെയായ ആളുകളാണ്. ഇവർക്ക് എന്താ സത്യസന്ധമായി തുറന്നു പറയാത്തത്? ഞാൻ പണ്ട് വൈലോപ്പിള്ളി പറഞ്ഞ പോലെ മിണ്ടുക മഹാമുനെ, ആരെങ്കിലും പറയുക. ആരെങ്കിലും ഇപ്പോൾ ജോഷിയെ സംബന്ധിച്ചിടത്തോളം ജോഷിക്ക് ഞാൻ മനസ്സിലാക്കുന്ന 80 ലക്ഷം രൂപയുടെ കിട്ടാനുണ്ടെന്നാണ്. അതുപോലെ കിട്ടാനുള്ള ആളുകളുണ്ട്. മക്കളുടെ കല്യാണം മുടങ്ങിയിട്ട്, മൂത്ത മകളുടെ കല്യാണത്തിന് അവിടുന്ന് പൈസ എടുത്തു, രണ്ടാമത്തെ മകളുടെ നിന്നപ്പോൾ ബാങ്ക് തീർന്നുപോയി. 80 ലക്ഷം രൂപ ബാങ്കിലുണ്ടായിട്ട് സ്വന്തം വീട് പണയം വെച്ച് തീരുമാനിച്ച മകളുടെ കല്യാണം നടത്തേണ്ടി വന്ന ഒരു റിട്ടയേർഡ് ബാങ്ക് മാനേജർ അവിടെയുണ്ട്, എനിക്കറിയാം. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഇതാരാ വഞ്ചിച്ചത്? ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് ബാങ്കല്ല. അവിടെയാണ് നമുക്ക് തെറ്റിയത്. സഹകരണ ബാങ്ക് ആയതോടുകൂടി അത് തകർന്നു പോയി ഹാഷ്മി, തകർന്നു പോയി. ബാങ്കാണെങ്കിൽ ഒരു കാര്യമുണ്ട്, KYC ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തമാശ തോന്നി, 97 വയസ്സായ ആ സ്ത്രീയോട്, എൻ്റെ അമ്മയോട് പ്രായമുള്ള ആ സ്ത്രീയോട് KYC കൊണ്ടുവരാൻ, അവരുടെ ആധാർ കാർഡ് കൊണ്ടുവരാൻ. അവർക്ക് ആധാറും ഇല്ല, ഒന്നുമില്ല, അവരുടെ ഫിംഗറൊന്നും എടുത്താൽ കിട്ടില്ല. ഡോക്ടർ പറഞ്ഞു റേഷൻ കടയ്ക്ക് പോലും അത് കിട്ടില്ല, റേഷൻ കാർഡിന് പോലും. അവരോട് പറയാം നിങ്ങളത് കൊണ്ടുവരാൻ. അപ്പോൾ ഇവരുടെ നിക്ഷേപം അങ്ങോട്ട് 5 ലക്ഷം രൂപ മേടിച്ചു വെച്ചപ്പോൾ ഈ KYC വേണ്ടിയിരുന്നില്ല. അവിടെ നിക്ഷേപിച്ച ആളുകളുടെ KYC ആരാ ചോദിച്ചത്? എങ്ങനെയാണ് പാർട്ടിക്കും വേറൊരു അക്കൗണ്ട് ബുക്ക് ഉണ്ടായത്? എങ്ങനെയാണ് ലോൺ വേറൊരു 2 ലോൺ ബുക്ക് ഉണ്ടെന്നാണ്? എനിക്ക് ED-യിലൊന്നൊരു വിശ്വാസമില്ല. ക്രൈം ബ്രാഞ്ച് പിന്നെ തട്ടിപ്പാണ്, ലോക തട്ടിപ്പാണ്, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ED-യും തട്ടിപ്പാണ്. ED തട്ടിപ്പ് ഇപ്പോൾ രാജീവിൻ്റെ പേര് പറയും, മറ്റവരുടെ പേര് പറയും, എനിക്കറിയില്ല ഇവർ ആരാ ബന്ധപ്പെട്ടത്. പക്ഷേ AC മൊയ്തീൻ്റെ പേര് ഞാൻ പറയുന്നത് കൃത്യമായി അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നതുകൊണ്ടാണ്. ആ കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 30 വർഷം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം എങ്ങനെയാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയൊക്കെ എത്തുക എന്ന്. അതൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ആ അർത്ഥത്തിൽ ഇതിന് ഒരു ന്യായീകരണമില്ല. അപ്പോൾ ഒരാൾ വന്ന് ഇത് പറയും, ഇപ്പോൾ അയ്യോ പാവം കഷ്ടം. ഇത് 2.5 വർഷമായി ഞാനിട്ട പണം ചോദിക്കുന്ന, എൻ്റെ കുട്ടിയുടെ വിവാഹത്തിന്, വീട് പണിയാൻ, ചികിത്സയ്ക്ക് ഒക്കെ ഞാനിട്ട പണം ചോദിക്കുമ്പോൾ, ഇപ്പോൾ പറഞ്ഞില്ലേ കോടതി പോയ കാര്യം, കോടതി പോയ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. 25,000 രൂപ വേണം മിനിമം ഒരു റിട്ട് ഫയൽ ചെയ്യാൻ, കേസ് കൊടുക്കാൻ. ഒരു വക്കീൽ, ഞാൻ വക്കീലാണ്. 25,000 രൂപ വെച്ച് 15,000 രൂപ ചിലവ് വരും. ആ പൈസ കൊടുത്ത് എത്ര പേർക്ക് പോകാൻ പറ്റും? എന്നിട്ട് പോയ ആളുകൾ, അവിടെയാണ് കേസ്. അപ്പം എന്നിട്ട് ജോഷി പറഞ്ഞൊരു കാര്യം, അവിടെ ചെന്ന ആളുകളോട് ഈ സർക്കാർ വക്കീൽ പറയുന്നത് എന്താ? നിങ്ങൾക്ക് പൈസ തരില്ല, ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. ഇവർക്ക് പൈസ കൊടുത്താൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് മനുഷ്യർ തകർന്നു പോകും എന്ന് പറഞ്ഞാൽ, ജോഷിക്ക് ചികിത്സയ്ക്ക് പൈസ കൊടുത്താൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരുമെന്ന് പറയാൻ തക്കവണ്ണം തകർന്നു പോയിരിക്കുന്നു രാഷ്ട്രീയം. ശരി, സിറ്റി അസഫലി ഇവിടെ നമ്മൾ കണ്ടു അന്വേഷണത്തിന്റെ ക്രൈംബ്രാഞ്ച് പോട്ടെ, ക്രൈംബ്രാഞ്ച് ആർക്കോ വേണ്ടി അന്വേഷിച്ചു. ഇപ്പോൾ ED പിടിച്ച രേഖകളൊക്കെ വേണ്ടെന്നുണ്ട് അപേക്ഷമായി കോടതിയിലേക്ക് പോയി, കോടതി തള്ളി. ED വന്നു. ED എന്താണ് ഇപ്പോൾ അങ്ങ് മലമറിച്ച് കളയും എന്നുള്ള മട്ടിൽ വലിയ കാടടച്ച അന്വേഷണം, AC മൊയ്തീനെ ചോദ്യം ചെയ്യൽ, MK കണ്ണനെ ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്യാൻ മനുഷ്യർ കൂടുതൽ പേർക്ക് നോട്ടീസ് കൊടുക്കൽ. ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോഴേക്കും അതൊരു മാന്യത്തിലേക്ക് അങ്ങ് നീങ്ങി. അതിന് മുന്നോട്ട് പോകും, ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. സിറ്റി അസഫലി ആ വ്യവഹാര വഴി എന്താണെങ്കിലും
ഈ 10 പൈസ ത്തിന് പാങ്ങില്ലാത്ത അത്തപ്പാടി മനുഷ്യർക്ക് അവർ നിക്ഷേപിച്ച പണം ഇന്ന് തിരിച്ചു കിട്ടും എന്നൊരു ഉറപ്പെങ്കിലും ഈ സംവിധാനം കൊടുക്കണ്ടേ, അവരെ പച്ചയ്ക്ക് പറ്റിക്കാതെ? യൂസഫ് അലി. അഷ്മി, ശരിക്ക് ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണത്തിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഈ കരുവന്നൂർ തുടങ്ങിയ ബാങ്കുകളിൽ നടന്ന വൻ തട്ടിപ്പുകൾ. ഇ ഡിയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ ഇ ഡി കൊടുത്തൊരു എഫിഡവിറ്റിലെ ചില വസ്തുതകൾ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇ ഡി പറഞ്ഞിരിക്കുന്നത് ഈ പണം എവിടെയാണ് ചേർന്നിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടിതമായ ഒരു കൊള്ളയാണ്, ഒരു ഫ്രോഡാണ് എന്നതിൻ്റെ തെളിവാണ് ഈ പണം കൊണ്ട് പാർട്ടി വസ്തു വാങ്ങിയിട്ടുണ്ട്, പാർട്ടി ആഫീസ് എടുത്തിട്ടുണ്ട്, ഇലക്ഷൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇലക്ഷൻ സോവനിയറിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 16 കേസുകളിലോളം മണി ലോണ്ടറിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇ ഡി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുകയാണ്. CPM-നെ കണ്ണുരുട്ടി പേടിപ്പിച്ച് മോഡിക്ക് വോട്ട് വാങ്ങി കൊടുക്കാൻ പറ്റുമെന്നുള്ള അവർ ആലോചിക്കുന്നത്. പക്ഷേ ഇത് ഒരു പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓർഗനൈസ് ചെയ്ത പാർട്ടിയുടെ ഫ്രോഡാണ്. ഈ പണമെല്ലാം പാർട്ടിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ളത് പാർട്ടിൻ്റെ കൈവശത്തിലാണ്. എന്തുകൊണ്ട് ഇ ഡിക്കത് അറ്റാച്ച് ചെയ്തുകൂടാം? ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറയാത്ത രഹസ്യം, ഭർത്താവ് ഭാര്യയോട് പറയാത്ത രഹസ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം ഒരു ബാങ്കിൽ പോയാൽ അപരിചിതനായ ക്യാഷിലിരിക്കുന്നവൻ്റെ മുമ്പിൽ നമ്മൾ പണം മൊത്തം കൊടുക്കുകയാണ്. എന്താണ് സൂചിപ്പിക്കുന്നത്? അത് ആ സ്ഥാപനത്തിലുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഒരുത്തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം കൊടുത്ത് അവന് മരണത്തോട് മല്ലിടുമ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടി പണം ചോദിക്കുമ്പോൾ അവന് പണം കൊടുക്കുന്നില്ല. അപ്പോഴെ ഞാൻ ചോദിച്ചില്ല, ഇവിടെ സിആർ പറഞ്ഞൊരു കാര്യം, ഇത് പാർട്ടി ഫങ്ഷൻ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇ ഡിയും ക്രൈംബ്രാഞ്ചും ഒന്നും തന്നെ ആലോചിക്കാത്ത, ചിന്തിക്കാത്ത, ഇതൊരു കോൺസ്പിറസി അല്ലേ? പാർട്ടിക്ക് വേണ്ടി നടത്തിയ ഒരു കൊള്ള എന്ന് പറഞ്ഞാൽ സമാന്തര മിൻസ് ബുക്ക്, മെമ്പർ അല്ലാത്ത ആളുകൾക്ക് ലോണ്, ഒരു വസ്തുവിൻ്റെ ഒരു ആധാരത്തിന് മുകളിൽ നിരവധി ആളുകൾ കള്ളത്തരത്തിൽ ലോൺ എടുത്തിരിക്കുന്നു. പണം എത്തിപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു 100 കോടി രൂപ CPM-ൽ എത്തിയിട്ടുണ്ടെന്ന്. ആരും ഒന്നും അനങ്ങുന്നില്ല. നമ്മളെ മഹാൻ മുഖ്യമന്ത്രി വളരെ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ നടക്കുകയാണ്. അപ്പം കേരളത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പാർട്ടി ഇത്ര സംഘടിതമായി നാട്ടുകാരുടെ പണം കൊള്ളയടിച്ച് ആളുകളെല്ലാം ആത്മഹത്യാ മുനമ്പിലെത്തിന്നിരിക്കുകയാണ്. ഒരു ജോഷി മാത്രമല്ല, നിരവധി ജോഷിമാർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നമല്ലേ? ഒരു പാർട്ടി ഒരു ഭാഗത്ത്, കേരളീയ സമൂഹം മറുഭാഗത്ത്. ആർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പ്രതികൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ്. ഇ ഡി എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, AC മൊയ്തീൻ്റെ റോൾ ഇവിടെ സിആർ പറഞ്ഞില്ലേ? എന്താണ് AC മൊയ്തീനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതിൽ ഭയം? ഈ AC മൊയ്തീൻ അവിടെ ഇതിലൊരു ഇൻസ്ട്രുമെൻ്റൽ റോള് വഹിച്ചു. കാരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സമാന്തര മിനിറ്റ്സ് ഉണ്ട്. ആ സമാന്തര യോഗത്തിൻ്റെ മിനിറ്റ്സിൽ എല്ലാ വിധത്തിലുള്ള കള്ളത്തരത്തിലുള്ള ലോണിൻ്റെ കഥകളുണ്ട്. ഈ പണമെല്ലാം എത്തിയിരിക്കുന്ന പാർട്ടി സ്പോൺസർ ചെയ്യുന്ന സ്വത്തുക്കളിലേക്കാണ്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം അല്ലേ? ഇ ഡിക്ക് അറസ്റ്റ് ചെയ്തൂടെ? ഇ ഡിക്ക് കേസെടുത്തുകൂടെ? ഇ ഡി ഈ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? മണി ലോണ്ടറിങ് ആക്ട് ശരിക്കുണ്ടാക്കുന്ന 2002-ൽ ആ ആക്ട് നമ്മുടെ രാജ്യത്ത് നിയമമാകുമ്പോൾ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ഒരു കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച പണം ജപ്തി ചെയ്യുക, അത് സേവ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള പണം ഇങ്ങനെ കുറേ കൊള്ളക്കാർ അത് ഇപ്പം തന്നെ തേക്കടിയിൽ സ്വത്ത് വാങ്ങിയിരിക്കുന്നു, പാർട്ടിക്കറിയാം. പാർട്ടി വസ്തുക്കൾ വാങ്ങിയിരിക്കുന്നു, അറിയാം. ഈ മിനിറ്റ്സ് പരിശോധിച്ചാൽ ഇ ഡി ഇതിനകം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പാർട്ടി ഈ കള്ളത്തരത്തിൽ കൊള്ളയടിച്ചിരിക്കുന്ന ഈ പണം കൊണ്ട് വസ്തു വാങ്ങിയിട്ടുണ്ട്. ആ വസ്തുവെല്ലാം പാർട്ടിയുടേതാണ്. CPM പാർട്ടിയുടെ ഏതെങ്കിലും വസ്തു ഇ ഡി ആ ഭാഗത്തേക്ക് തിരിയുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയാണ്, സാധാരണഗതിയിൽ മനുഷ്യൻ ഭ്രാന്തളകിയ ചങ്ങലക്കാണ്, ഇവിടെ ചങ്ങലക്കാണ് ഭ്രാന്തളകിയിരിക്കുന്നത്. ഇവിടെ പോലീസും ഇ ഡിയുമാണ് ജനങ്ങളുടെ പണം കൊള്ളയടിച്ച കൊള്ളക്കാർക്ക് കവചം ചെയ്തിരിക്കുന്നത്. അവരാണ് യഥാർത്ഥ വില്ലന്മാർ.
ഈ വിഷയങ്ങളെല്ലാം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പരമപ്രധാനമായ ദയാവധത്തിന് വേണ്ടി ഒരാൾ കോടതിയെ സമീപിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ദയാവധത്തിന് വേണ്ടി കോടതിയെ സമീപിച്ച സംഭവങ്ങൾ എനിക്ക് അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ മരിക്കാൻ റൈറ്റ് ടു ഡൈ, എനിക്ക് അനുവാദം തരണം എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പാവപ്പെട്ടവന് അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം പോയി. ചികിത്സയ്ക്ക് ഗതിയില്ല. അത് ആക്റ്റീവ് ഇക്യൂൻസി ആണെങ്കിലോ പാസീവ് ആക്ടിവിറ്റി ആണെങ്കിലോ വിഷം തന്ന് കൊല്ലൂ എന്നെ, അല്ലെങ്കിൽ എനിക്ക് ചികിത്സിക്കാൻ കഴിയില്ല, എൻ്റെ വെന്റിലേറ്ററിലുള്ള എനിക്കുള്ള സപ്പോർട്ട് പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കരിമ്പാറക്ക് പ്രേമലേഖനം അയച്ചതുപോലെ നമ്മുടെ ഭരണകൂടവും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ മനുഷ്യ ചങ്ങലക്ക് കൈകോർത്തിരിക്കുകയാണ്. ഇത് അതിശയോക്തിയായിട്ട് കാണരുത്. അവിടെ ചികിത്സ കിട്ടാതെ ഒരു ഫിലോമിന മരിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ ചികിത്സ കിട്ടാതെ ഒരു ഫിലോമിന മരിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മന്ത്രി ചോദിച്ചതാണ്, അവർക്ക് സർക്കാർ ആശുപത്രി നല്ല ചികിത്സ ഉണ്ടായിരുന്നല്ലോ, പോകാമായിരുന്നല്ലോ എന്നൊരു പരിഹാസത്തിൽ നമ്മുടെ മന്ത്രി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ കോടീശ്വരന്മാരായ മനുഷ്യരിൽ നിന്ന് പിടിച്ചു പറിച്ച പണമല്ല. ഈ 97 വയസ്സുള്ള വയോധികയിൽ നിന്നും ഈ പറയുന്ന പാല് വിറ്റ് ഉണ്ടാക്കിയ പൈസയൊക്കെ അവിടെ കൊണ്ട് വിശ്വസിച്ച് നിക്ഷേപിച്ച പിടിച്ചു പറിച്ചുണ്ടാക്കിയ പണമാണ് കേട്ടോ. മുഖ്യമന്ത്രിക്ക് അയക്കുന്ന കത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അയക്കുന്ന കത്തിൽ ജോഷി തുടരുന്നു. കരുവന്നൂർ ബാങ്കും അതിൻ്റെ ജീവനക്കാരും ഉന്നതരായ നെറുകെട്ട കവർച്ചാ സംഘവും ചേർന്ന് തകർത്ത് കളഞ്ഞത് മേൽപ്പറഞ്ഞ പ്രതിസന്ധികളെ കഠിനാധ്വാനം ചെയ്ത് ഞാനും കുടുംബവും തിരികെ പിടിച്ച എൻ്റെ സമ്പാദ്യവും ജീവിതവുമാണ്. ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിട്ടുള്ളത്. മണി ചെയിൻ സംഘങ്ങൾ ചെയ്യുന്ന പോലെ ഇത്തരം പല തട്ടിക്കൂട്ട് സംഘങ്ങളിലൂടെ ഇപ്പോഴും നിക്ഷേപ സമാഹരണം നടത്തുകയാണ് ഇക്കൂട്ടർ. ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ ടി അസഫ് അലി പറഞ്ഞ CR നീലകണ്ഠൻ പറഞ്ഞ പാർട്ടി ബന്ധവും അതിൻ്റെ ഭൂതകാലം ഒക്കെ മറന്നേക്കൂ. ഈ പാവങ്ങൾക്കുള്ള പണം തിരികെ കൊടുക്കാമെന്ന് വാക്ക് പാലിക്കാനെങ്കിലും പാർട്ടി ബാധ്യസ്ഥമാണ്. പറ്റിക്കരുത് അവരെ. ഹാഷ്മി, കഴിഞ്ഞ 25 മിനിറ്റായിട്ട് നിങ്ങൾ 4 പേര് CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിചാരണ നടത്തുമായിരുന്നു. അസംബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇതിനകത്ത് വന്നു. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ പാർട്ടി ഓഫീസ് തന്നെ പണിതു കഴിഞ്ഞു എന്ന് ഇന്നുവരെ ആരും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ വരെ ഇവിടെ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്തി എത്രയുണ്ടെന്നുള്ളത് ഈ പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. അദ്ദേഹം പതിവായിട്ട് തന്നെ ഒരു CPM വിരോധത്തിന്റെ പേരിൽ കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്ന, ഞാൻ അദ്ദേഹത്തിന് ബഹുമാനിക്കുന്ന ഒരാളുകൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തുല്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള സമയം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ഹാഷിമിനോട് അഭ്യർത്ഥന വെക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ജോഷി ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ട് ഒരു 10% കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തള്ളിക്കളയുകയും ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ ആരോപിച്ച ആരോപണങ്ങളും CPM-നെ കുറിച്ചും കേരളത്തിലെ CPM പ്രവർത്തകരെ കാടടച്ച് അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗങ്ങളൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു CPM പ്രവർത്തകനാണ്, പാർട്ടിയുടെ മെമ്പർ തന്നെയാണ്. എന്നെ വല്ലാതെ വേദനിപ്പിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് അദ്ദേഹം മനസ്സിലാക്കുക. ആരെങ്കിലും എവിടെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ മുഴുവനും അടിമുടി ആക്ഷേപിക്കുക എന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന ജോഷി പറഞ്ഞത് വളരെ ശരിയല്ലാത്തൊരു സമീപനമാണ്. അദ്ദേഹത്തിന്റെ വിഷമം ഞാൻ ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് പൈസ കിട്ടേണ്ടത് തന്നെയാണെന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് പുറത്തു വന്നിരിക്കുന്ന സഹകരണ ബാങ്കിലെ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് 200ഓളം കേസുകൾ ബാങ്കുകളിലെ ചെറുതും വലുതുമായ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പുകൾ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് കൃത്യമായ നിലപാടുകൾ തന്നെയാണ്. അതിൽ 160 ബാങ്കുകൾ UDF ഭരിക്കുന്ന ബാങ്കുകളാണ്. അതിൽ 10 ബാങ്കുകൾ കൂടാണ്ട് 10 ബാങ്കുകൾ BJP ഭരിക്കുന്ന ബാങ്കുകളാണ്. നമുക്കറിയാം ലീഗ് ഭരിക്കുന്ന ബാങ്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായ കണക്കുകൾ വന്നിരിക്കുന്നത് സഹകരണ രജിസ്ട്രാറുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്കുകൾ ഏതാണെന്ന് നമ്മളൊക്കെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കരിവന്നൂരിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞാനൊക്കെ ചർച്ചകളില്ലാതെ നിലപാടെടുക്കുന്ന ഒരാളാണ് തന്നെയാണ്. പക്ഷെ കരിവന്നൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ പറയുന്ന 200 ബാങ്കുകളിൽ ഒരു ബാങ്കായ കരിവന്നൂർ ഭീകരമായൊരു എമൗണ്ട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നൊരു വസ്തുത തന്നെയാണ്. അവരെ പലരെ അറസ്റ്റ് ചെയ്തു. അതിപ്പോൾ ED-യുടെ അന്വേഷണത്തിലാണ്. നിരപരാധികളായിട്ടുള്ള CPM-ന് ഉന്നത നേതാക്കന്മാരെല്ലാം കൊടുക്കാനായിട്ട് ED-യുടെ അന്വേഷണത്തിലാണ്. ED പലരുടെയും വാക്കുകൾ മാധ്യമങ്ങളിൽ ചോർന്നു കൊടുത്തു. ബഹുമാനപ്പെട്ട AC മൊയ്തീന് 28 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് അവരുടെ റെയ്ഡിന് ശേഷം അവർ വ്യാജ വാർത്ത ചവയ്ക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ചോർത്തി കൊടുത്തു. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഇത് വന്നപ്പോഴത്തേക്കും കേവലം 25 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 18-19 മണിക്കൂർ AC മൊയ്തീൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വാധീനനായ ഒരു മുൻ മന്ത്രിയും MLA-യും ജനകീയനായിട്ടുള്ള നേതാവിനെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകാരനായിട്ട് തന്നെ ചിത്രീകരിക്കാനുള്ള സമയമുണ്ടായി. അതെന്തായാലും പൊളിഞ്ഞുപോയി. അതെല്ലാം പോട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.
കേരളത്തിന്റെ പിന്നെ സഹകരണ മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും കേരള ബാങ്കിൽ നിന്നും ഏതാണ്ട് 180 കോടിയോളം രൂപ അടിയന്തരമായിട്ട് തന്നെ പിന്നെ അതിന്റെ ആസ്തി തുകയിൽ നിന്നും ഈ പറയുന്ന കരുവന്നൂരിലെ പിന്നെ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊടുക്കുന്നതിനായിട്ട് മാറ്റുകയും അതനുസരിച്ച് തന്നെ കുറെ പണങ്ങൾ നിശ്ചിതമായിട്ടും അടിയന്തര പ്രാധാന്യമുള്ള കുറെ പിന്നെ ഡെപ്പോസിറ്റേഴ്സിന്റെ പിന്നെ നിശ്ചിത ഒരു ആനുപാതികമായിട്ടുള്ള തുകകൾ കൊടുക്കുകയും ചെയ്തു. അതിലൊരു ചെറിയ പങ്ക് ജോഷിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ജോഷിയുടെ വാർത്ത ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജോഷിയുടെ പൈസ കിട്ടിയിരിക്കണം. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു തർക്കമില്ല കാര്യത്തിൽ. ചെറിയ പങ്കെന്ന് പറയുന്നത് 10 ലക്ഷത്തിന്റെ സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയും പിന്നാലെ നടന്ന് പിച്ചക്കാരെ പോലെ തെണ്ടിയാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്ന 1 ലക്ഷം രൂപ കോടതിയിൽ പോയാൽ 10 ലക്ഷം രൂപ ഉള്ളവന് കൊടുത്ത് 1 ലക്ഷം രൂപ, ബാക്കി 50 ലക്ഷം ഉള്ളവന് കൊടുത്ത് 50,000 രൂപയാണ്. പിച്ചക്കാശ് പോലെ. റജീൽ ആ വാക്ക് പിന്നെയും പറഞ്ഞ എന്നോട് ക്ഷമിക്കണം. ഇവര് അധ്വാനിച്ച് മടച്ചുണ്ടാക്കിയ ഒരു ജീവിതത്തിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടെ വിശ്വസിച്ചിട്ട പണമാണ് 50,000 രൂപ എറിഞ്ഞു കൊടുക്കുന്നത്. അശ്മി, ഞാനതെല്ലാം ഉൾക്കൊണ്ടോടെ ചർച്ച ചെയ്തിരിക്കുന്നത്. കാരണം സാമ്പത്തികത്തിന്റെ വില എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഞാൻ. ഒരു സഹകരണ ബാങ്കിൽ പിന്നെ അവർ പൈസ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്നിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിനോ വീട് വെക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങളോടെ പണം നിക്ഷേപിച്ചെന്നുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുള്ള ഒരു മനുഷ്യരാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. അവിടെ തട്ടിപ്പ് നടത്തി കഴിഞ്ഞു. അവിടെ നേരത്തെ ആസിഫ് അലി സാർ പറഞ്ഞ പോലെ തന്നെ ഒരു റിസോർട്ട് തന്നെ വിലയ്ക്ക് വാങ്ങിച്ച ഒരു വിദ്വാനുണ്ട് ഈ തട്ടിപ്പ് നടത്തിയ ഒരു ജീവനക്കാരൻ കോമഡിയിൽ. അതെല്ലാം സീസ് ചെയ്ത് കഴിഞ്ഞു. അവർ പലരെ അറസ്റ്റ് ചെയ്ത് ചിലർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ സഹകരണ മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്തിരി വൈകിട്ടാണെങ്കിലും നിങ്ങളുടെ പണത്തിന് യാതൊരു എന്താ പറയാ തിരിച്ചു തരും എന്ന് വാക്ക് പറഞ്ഞു. ഈ പറയുന്ന ജോഷി ആന്റണി പറയാതെ എങ്ങനെയാണ് ചികിത്സ അടിയന്തരമായ ചികിത്സ ആവശ്യമുള്ള മനുഷ്യനാണ്. ആ ജോഷിയെപ്പോൾ 100 പേർക്ക് ഇപ്പൊ ചികിത്സ കിട്ടുന്ന പണത്തിനും എല്ലാവരും മരിച്ച മണ്ണടിച്ചിട്ട് കാശ് കിട്ടിട്ട് ആർക്ക് കാര്യം? പ്രജി അല്ല, ഇത് കേൾക്കൂ. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് ഞാൻ ഒരിക്കലും നിഷേധാത്മകമായ നിലപാടെടുക്കുന്നില്ല. മനുഷ്യത്വ പക്ഷത്തു നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. പുൽപ്പള്ളിയിൽ ഒരു ബാങ്കുണ്ട്, UDF ഭരിച്ച ബാങ്കാ. കോടാനുകോടികൾ തട്ടിയെടുത്ത് അവിടുത്തെ അന്നത്തെ പ്രസിഡന്റായിരുന്ന KK എബ്രഹാം എന്ന് പറഞ്ഞ KPCC ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ 60,000 രൂപയ്ക്ക് അയാളുടെ വസ്തു പണയം വെച്ച് അയാൾ 60,000 രൂപ ലോൺ എടുത്തൊരു കർഷകൻ. ഇയാൾ അതേ ഇതിൽ തന്നെ കോടികൾ തട്ടി ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ പാവപ്പെട്ട കർഷകൻ ആരെങ്കിലും കാര്യമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അപ്പൊ കേരളത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ ശ്രീ അസഫ് അലി പാർട്ടി ബിൽഡിംഗ് കെട്ടിയ പറഞ്ഞു. ഇവിടെ ഇ ഡി കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുകയാണ്, the funds thus collected in the accounts have been utilized for party local expenses, party meetings, acquisition of land and building for party and election expenses. Further, it is revealed that many accounts are opened, utilized for collection of funds and later closed to avoid tracking by investigating agencies or Election Commission of India. Further, it is prima facie revealed that these accounts deposits assets like party local office are not declared in audited financial statements of CPIM party at district level or state level or national level, and have also violated the Election Commission guidelines on declaration of accounts by political parties. Hence, it is to be concluded that CPIM party has amassed huge wealth and income which were never disclosed എന്ന് പറയുകയാണ്. ഇത് EDയുടെ രാഷ്ട്രീയ പ്രേരിത നീക്കമാണെങ്കിൽ തോമസ് ഐസക് കോടതിയിലേക്ക് പോയതുപോലെ CPIM എന്തുകൊണ്ട് ഈ അഫിഡവിറ്റിനെ ചലഞ്ച് ചെയ്യുന്നില്ല കോടതിയിൽ? ദിവസം ഇത്രയായില്ലേ? ഈ പണം മൊത്തം കൊള്ളയടിച്ചത് CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. പണം വന്നത് പാർട്ടിയിലേക്കാണ് എന്ന് പറഞ്ഞ അഫിഡവിറ്റിനെതിരെ എന്തുകൊണ്ട് കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നില്ല പാർട്ടി? റജി, കോടതി ചർച്ച ചെയ്തിട്ടില്ല എന്ന് എവിടുന്നാണ് ഈ രീതിയിലുള്ള ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് ആശ്മിക്ക്? അല്ല, കോടതിയെതിരെ കരുവന്നൂരിലെ CPMന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ പറയാൻ സമ്മതിക്കുക. ആദ്യമായിട്ട് അവരെ കൊണ്ടല്ല സംസാരിച്ചിട്ട് കോടതിയിലേക്ക് CPM പോയി. താങ്കൾക്കറിയോ? എന്റെ അറിവിലെ ആണെങ്കിൽ ഞാൻ തിരുത്താം. താങ്കൾക്കറിയോ? അല്ല, ഇത് കേൾക്കൂ. ഞാൻ പറയാനുള്ളത് പറയട്ടെ. എന്റെ വായിൽ കയറിയൊക്കെ തിരികെ പറയാതെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ആദ്യമായിട്ട് സംസാര സ്വാതന്ത്ര്യം അനുവദിക്കേ. ED എന്ന് പറയുന്ന ഒരു ഏജൻസിയെ വിശ്വാസമില്ലെന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത 2 പേര് പറഞ്ഞു. ഒന്ന് ആസിഫ് അലി സാറും പറഞ്ഞു, പിന്നെ ബഹുമാനപ്പെട്ട CR പറഞ്ഞു. അവർക്ക് പോലും ഇല്ലാത്ത EDയോടുള്ള താല്പര്യവും പ്രണയവും എന്തിനാണ് ഹാഷ്മിയുടെ EDയോടുള്ള പ്രണയം എന്താണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
പറഞ്ഞ പച്ചക്കള്ളങ്ങളുടെ ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ എടുത്തിട്ടു. ഇഡി എന്തെല്ലാം കാര്യങ്ങൾ അല്ലെ നിങ്ങൾ കേൾക്കൂ. ഇഡി തെളിയിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇഡി പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇഡി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ അല്ല ഇത് കേൾക്കൂ ഇടപെടാതെ തോമസ് ഐസക്കിന് ബോധ്യമുണ്ട് ഇത് നോട്ടീസ് പറ്റേണ്ട കൈപ്പറ്റ ആളുണ്ടല്ല ഞാൻ എന്ന് ബോധ്യമുണ്ടായി. തോമസ് ഐസക് നേരെ കോടതിയിലേക്ക് പോയില്ലേ? റജി, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമ്മതിക്കാം, ഇ ഡിയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് സമ്മതിക്കാം. CPM എന്തെങ്കിലും ഒന്ന് മിണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യ് ഈ അഫിഡവിറ്റിനെതിരെ. സാഷ്മി എന്തായി പുറത്ത് ഇഡിക്കെതിരെ CPM അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആരെ കുറിച്ചായി പറയുന്നത്? ഞാനൊരു 100 ഉദാഹരണങ്ങൾ പറയാം. അതല്ലേ അത് പറയുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല. 2021 കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഞങ്ങൾ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസികളുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം രീതിയിലുള്ള നാടകങ്ങൾ നടത്തി 2 മന്ത്രിമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തില്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ വേട്ട നടത്തിയ കേന്ദ്ര ഏജൻസികളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ED ആയിരുന്നു. ഇതേ ED കോടതി അവസാനം 3 തവണ ചോദിച്ചു, നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായിട്ട് എന്തെങ്കിലും തെളിവ് ഹാജരാക്കണുണ്ടോ? KT ജലീലിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ അവസാനം അത് ഞങ്ങളുടെ നിഗമനമായിരുന്നു എന്ന് പറഞ്ഞു ഇതിനെല്ലാം എഴുതി തള്ളത്തക്ക രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ ഏജൻസി തന്നെ ഇപ്പോൾ പറയുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ടുണ്ട് സമ്പാദ്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഭൂമി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് കോടതി തെളിയിക്കട്ടെ. ആദ്യം ED തന്നെ തെളിയിക്കട്ടെ. AC മൈദിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ നിങ്ങൾ വരെ പ്രക്ഷോഭണം ചെയ്തതല്ലേ? കേരളത്തിലെ ക്ഷമിക്കണം 24 അല്ല മറ്റൊരു ചാനല് ഏതെല്ലാം രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു AC മൈദിനെ കുറിച്ച്. ഇതേ ഏജൻസിയല്ലേ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത്? എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതിലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ആ വാർത്ത ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിൽ പ്രക്ഷോഭണം നടത്തിയില്ലേ? എന്നിട്ട് അവസാനം പിൻവലിച്ച് 25 ലക്ഷത്തിലേക്ക് വന്നില്ലേ? ആഷ്മി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ വീണ്ടും എത്തിയിരിക്കുന്ന അന്വേഷണ ഏജൻസികള് എനിക്ക് ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം പറയും, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. കരവന്നൂരിൽ നിന്ന് പണം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ പൈസ കൊയ്ത്തുമതി നടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ ഉത്തരവാദിത്തമുള്ള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു, ആ പൈസ തിരിച്ചു തരും. ഇത്രയും ഭീമമായ എമൗണ്ട് ആണ്. അനുമതിയുടെ ഒരു ആവശ്യവും കോടതി കാര്യമില്ല. പക്ഷേ ഇവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇഡിക്ക് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ട് എന്നൊക്കെ സമ്മതിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറയുന്ന കരിമണൽ മുതലാളി എന്തിനാണ് ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ അത് കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ട. എന്തുകൊണ്ടാണ് ഈ പാവങ്ങളുടെ പണം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ED ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് അതിനെതിരെ കോടതിയിലേക്ക് പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് EDയുടെ രാഷ്ട്രീയ വേട്ട എന്നൊരൊറ്റ പ്രതിരോധം എപ്പോഴും വെറുക്കില്ല കേട്ടോ റജി. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജോഷി, അന്നത് വലിയ വാർത്തയായി, എല്ലാവരുടെ ദുരിതങ്ങൾ വാർത്തയായി, വലിയ പ്രതിഷേധകാലമുണ്ടായി, വൈകിയാണെങ്കിലും പാർട്ടി ഇടപെടലുണ്ടായി, മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി നേതാക്കളൊക്കെ പ്രധാന നേതാക്കളൊക്കെ വലിയ തോതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇപ്പോൾ കേസും വ്യവഹാരവും എന്തുമായിക്കോട്ടെ, പണം എന്തുമായിക്കോട്ടെ എന്നല്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ പണം നഷ്ടമായവർക്ക് അവരുടെ പണം തിരികെ കിട്ടുമെന്നൊരു പ്രതീതി സൃഷ്ടി ഉണ്ടായില്ലേ? അത് ടോർപ്പിഡോ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ജോഷി? പണം തിരിച്ചു കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം എല്ലാ ആളുകളും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജോഷി ഹാഷ്മി 10 സെക്കൻഡ് മതി. പറയൂ. അല്ലല്ലേ, ഞാൻ പറഞ്ഞൊരു പ്രശ്നമുണ്ടോ തിരുത്താൻ വേണ്ടിട്ടാ. 10 സെക്കൻഡ്. അതായത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഏതാണ്ട് 80 കോടിയോളം രൂപ മറക്കി കൊടുത്തോണ്ട് തെറ്റാണ്. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ടുണ്ട്, സഹകരണ രജിസ്ട്രാറുടെ സൈറ്റിൽ കയറി അറിയാൻ പറ്റും. 105 കോടി രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു. കൂടാതെ 1ാം പ്രതി സുനിൽ എന്ന് പറയുന്ന ആളിനെ ഈ ED മാപ്പ് സാക്ഷിയാക്കി. അവനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പടുത്തിയത്. അവൻ പറയുന്ന വാചകങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ED അല്ലെങ്കിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സുനിൽ എന്ന് പറയുന്ന 1ാം പ്രതി ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ, അവനെ മാപ്പ് സാക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു. അവൻ പറഞ്ഞാണ് ഇപ്പോൾ വാർത്തകളായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സുൽകുമാർ. ഓക്കെ ജോഷി പറഞ്ഞു. പാർട്ടിക്കാരൻ ആരെങ്കിലും ആട്ടെ. ശരി ജോഷി, അപ്പോ 105 കോടി കിട്ടി. 105 കോടി കൊടുത്തു. അവനെ മാപ്പ് സാക്ഷിയാക്കി അവന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അല്ല ജോഷിയും CPM കാരനല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ ഞാൻ പറയുന്നു. നിങ്ങൾ അടങ്ങിയിരിക്കോ? പറയുന്നത് കേക്കോ? അത് നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യം,
ബഹുമാന്യരായിട്ടുള്ള ഈ അധികാരത്തിൽ കയറുന്ന ആളുകൾ മുഴുവൻ ജനങ്ങളുടെ യജമാനന്മാരല്ല എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതാദ്യം ശ്രദ്ധിക്കുക. ഇവരൊക്കെ എന്നാണ് ഈ ബഹുമാനിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച ചുമതലകൾ വൃത്തിയായിട്ട് കടമകൾ നിർവഹിക്കുമ്പോഴാണ് അവർ ബഹുമാന്യരാവേണ്ടത്. ഈ കരുവന്നൂർ വിഷയം, ഞാൻ എല്ലാ വിഷയവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കരുവന്നൂർ വിഷയമാണ്. കരുവന്നൂർ വിഷയത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക്, കരുവന്നൂരിലുള്ള ആളുകൾക്ക് ഒരു ബഹുമാന്യതയും തോന്നിയിട്ടില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സകല തട്ടിപ്പുകളിലും നമ്മൾ മറ്റേ നമ്മുടെ നെടുപുഴ ഒരു തട്ടിപ്പ് നടന്നു, നമ്മുടെ വടൂക്കര മറ്റേ ജോയ് എന്ന് പറഞ്ഞൊരാൾ, അയാളെ 3 മാസത്തിൻ്റെ ഉള്ള അയാളെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി അയാളെ എടുത്ത് ഉള്ളിലിട്ടു. നേരെ 20 കിലോമീറ്റർ ഇപ്പുറം കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ട് 2.5 വർഷമായിട്ടും പത്രവാർത്തകളിൽ കൂടെ പുറത്തായിട്ട് 2.5 വർഷം, 10 വർഷത്തിന് മുന്നേ തുടങ്ങിയ തട്ടിപ്പുകളാണ്. ഇവിടെ സർക്കാരുകൾ മാറി മാറി വരച്ചു. എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരുണ്ടായിരുന്നു, ആ സമയത്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2 പിണറായി വിജയൻ സർക്കാർ, ഇപ്പോൾ 7 വർഷം. അതിന് മുന്നേ 2.5 വർഷം മുന്നേ തുടങ്ങി പണി. എന്നിട്ട് അറിഞ്ഞിട്ടും ഇതുവരെ ഒരാളും ജയിലിൽ പോയിട്ടില്ല. ഇവിടെ നെഞ്ചും വിരിച്ച് ഇന്നിവിടെ കരുവന്നൂർ പള്ളിയിൽ ഇത് നടക്കണം, അമ്പ് കണക്കാണ്. ഈ പ്രതികൾ TR സുനിൽകുമാർ ആയാലും ഇവരൊക്കെ CPM-ൻ്റെ ആളുകളായിരുന്നു. നേരത്തെ രാഷ്ട്രീയം ചോദിച്ചാൽ പറഞ്ഞില്ലല്ലോ, ആളുകൾക്കറിയട്ടെ. എല്ലാവരും CPM ആണ്. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മുഴുവൻ കരുവന്നൂർ ബാങ്കുകാരാണ്. പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി മുഴുവൻ കരുവന്നൂർ ബാങ്കുകാരാണ്, അല്ലാത്തവരാരുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി തിരിച്ചറിയുക, ഇവിടെ നിന്ന് ഒരാൾ പാർട്ടി നേതാവാണ്, കാട്ടൂർ സഹകരണ ബാങ്കിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പണ്ടം പണയം എടുത്തു. ആ സാധനം മുക്കുപണ്ടായിരുന്നു. ആ സാധനം തിരിച്ചറിഞ്ഞിട്ട് മാനേജർ, ലേഡി മാനേജറുടെ തലയിൽ വെച്ചിട്ട് ഊരാനായിട്ട് ശ്രമിച്ചു. മാനേജർ പറഞ്ഞു, വിളിച്ചു പറഞ്ഞ ആളുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. നേരെ തിരിച്ച് പിറ്റേ ദിവസം അതിന് ഒറിജിനൽ പണയം വെച്ചിട്ട് ഒറിജിനൽ ഗോൾഡ് കൊണ്ടുകൊടുത്ത് ഊരി. റജി ലൂക്കോസ് ഒന്ന് അന്വേഷിച്ച് നോക്ക് ഇത് ആരാ ചെയ്തതെന്ന്. ഞാനിനി പേര് വിളിച്ച് പറയണമെങ്കിൽ റജി ലൂക്കോസിൻ്റെ നമ്പർ തരാം, പേഴ്സണലി വിളിക്കും, ഞാൻ പറഞ്ഞുതരാം. പേര് പറഞ്ഞ് അപമാനിക്കാത്ത എൻ്റെ മര്യാദ കൂടി മാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ 10% തള്ളി കൊണ്ടിട്ട് 90 തള്ളിയിലോ, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ഫോണിൽ ഒരു 8-10 വോയിസ് ക്ലിപ്പുണ്ട്, നിങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന എന്ന് പറയുന്ന ഒരാളുടെ. ഞാൻ തിരിച്ചു വിളിക്കാം ജോഷി, ഞാൻ തിരിച്ചു വിളിക്കാം. ജോഷി എൻ്റെ പേരൊക്കെ അറിയാം നന്നായിട്ട്, പേരൊക്കെ ഓർമ്മയുണ്ട്. കാരണം എനിക്ക് പരിചയമുള്ളപ്പോൾ കൊച്ചു കുട്ടിയായിരുന്നു, എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആളാണ്. ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് 8-10 തവണ എന്നെ ഡിനൈ ചെയ്തിട്ടുള്ള വോയിസുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. റജി വിളിക്കൂ, പേഴ്സണലി വിളിക്കും, ഞാൻ തരാം. ഞാൻ ഇവിടെ വെച്ച് ഞാൻ അപമാനിക്കുന്നില്ല, കാരണം ഇച്ചിരി മര്യാദ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞതിൽ 10 എടുക്കാവുന്നുള്ളൂ, 90 നിങ്ങൾ തള്ളിയല്ലോ. നോക്കൂ, ഞാനൊരു മാർക്സിസ്റ്റാണ്. നിങ്ങളെപ്പോലെ അടിമത്തോ അടിമ വിചാരോ ഈ കണ്ണി കണ്ട കള്ളന്മാരെ മുഴുവൻ താങ്ങി നടക്കേണ്ട യാതൊരു വക ബാധ്യത എനിക്കില്ല. ഇവിടെയുള്ള മാർക്സിസ്റ്റ് എന്ന് ഉള്ളിൽ ബോധമുള്ള, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞു എന്ന്. ഞാൻ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള കള്ളന്മാരെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു മാർക്സിസ്റ്റാണ്. നിങ്ങൾ തിരിച്ചറിയുക. ഇതുവരെ ഏതെങ്കിലും എൻ്റെ കരുവന്നൂരിന് അഗൻസ്റ്റുള്ള പ്രൊട്ടസ്റ്റിൽ സുരേഷ് ഗോപി നടന്നപ്പോഴോ BJP-യുടെ ഏതെങ്കിലും പരിപാടിയിലോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പരിപാടിയിലോ നിങ്ങൾ എന്നെ കണ്ടോ നോക്കൂ, നിങ്ങൾ എന്നെ കാണില്ല. അവരെന്നെ ഒരുപാട് വിളിച്ചിരുന്നു, ഞാൻ പോവില്ല. എനിക്കൊരു നിലപാടുണ്ട്, ഞാനൊരു മാർക്സിസ്റ്റാണ്. നേരെ തിരിച്ച് ഇത്തരമൊരു അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ ഈ ഒച്ച വെക്കുന്ന ആളുകൾക്കുണ്ടായെങ്കിൽ, ആരാണ് ഇവിടെ 2.5 വർഷമല്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു പുലഭ്യം പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു, സഖാവ് EMS എൻ്റെ വീട്ടിൽ ഉറങ്ങിയതിനെ പറ്റി പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് 9 വയസ്സുള്ളപ്പോഴാണ്. നോക്കൂ, അയാൾ പുലഭ്യം പറഞ്ഞത് സഖാവ് EMS-നെയാണ്. നിങ്ങൾ അംഗീകരിക്കൂ? നിങ്ങൾ ഈ പാർട്ടി നേതാക്കൾ മുഴുവൻ അംഗീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സഖാവ് EMS-നെ പുലഭ്യം, എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ എടുത്തോളാം, അത് ഞാൻ എടുത്തോളാം, കൃത്യമായിട്ട് തന്നെ പറയുന്നു, ഞാൻ എടുത്തോളാം. തിരിച്ച് സഖാവ് EMS-നെ പറഞ്ഞ ആളെ എടുക്കേണ്ട ബാധ്യത ഉള്ളത് ഇപ്പോഴത്തെ പാർട്ടിക്കാണ്. കാരണം സഖാവ് EMS താത്വികാചാര്യനും പാർട്ടിയുടെ മുഖ്യമന്ത്രിയും സെക്രട്ടറി ആയിരുന്നു വർഷങ്ങളോളം. മുണ്ട് മുറുക്കി കൊടുത്ത് ഞാൻ ഉള്ളതെല്ലാം പാവപ്പെട്ട് കൊടുത്ത ഉത്തമ കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്. അയാളെ കണ്ടു പഠിക്കൂ. നായനാർ ഇരുന്ന കസേരയാ, EMS ഇരുന്ന കസേരയാ, ചടയം കോവിന്ദിരുന്ന കസേരയാ. നോക്കൂ, അവിടെയൊക്കെ കയറിയും കാഞ്ഞ് അവർക്ക് വേണ്ടി പറയുമ്പോൾ അവരോട് താരതമ്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ആ നൈതികത, ആ ഇസത്തിൻ്റെ തിളങ്ങുന്ന വക്കുകൾ അപകടപ്പെടുത്തിയ ആളുകളെ അവരോട് ചേർത്ത് വെച്ച് പകർത്താനാവുന്ന കറണ്ടല്ല ഇത് രക്തത്തിൽ കൂടെ കിട്ടുന്ന സാധനമാണ്. ഈ തൊഴുത്തുകുത്ത് കാളകളുടെ
അവരുടെ രക്തത്തെ ഇതിനോട് ഉപമിക്കരുത്. എല്ലാ ചോരയും മുക്കി കൊടി ചോപ്പിക്കാനാവില്ല മാഷെ. അതിന് വിപ്ലവ വീര്യം വേണം. കണ്ണി കണ്ട കോഴിച്ചോര വെച്ച് ഞാൻ കൊടി ചോപ്പിക്കരുത്. അതിനുവേണ്ടി വർത്തമാനം പറയാൻ നിൽക്കും ചെയ്യരുത്. ഞാൻ എൻ്റെ ഇസത്തെ ഒരിക്കലും ഇകഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. നോക്കൂ, മാർക്സിസത്തെ എവിടെ പറഞ്ഞാലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനതിന് മറുപടി ഉണ്ടാവും കൃത്യമായിട്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പുകൾ നിങ്ങൾ പോലീസിനെ വെച്ച് ഞാൻ എടുത്തോളൂ. എന്തൊക്കെയാണ് എൻ്റെ ഇതൊന്നും നോക്കൂ. എവിടെയാണ് ഞാൻ മാർക്സിസത്തെ ഇകഴ്ത്തിയിട്ടുള്ളതെന്ന് നോക്കൂ. മാർക്സിസം എൻ്റെ ഇകഴുന്ന വാക്ക് വരില്ല. തിരിച്ച് അതിൻ്റെ മറ പിടിച്ച് കളവിനും തട്ടിപ്പിനും തെമ്മാടിക്കുഴുക്കും നടക്കുന്ന ആളുകളെ എന്നും പറയുകയും ചെയ്യും. മറ്റേത് രാഷ്ട്രീയത്തെ പറയുന്നതിനേക്കാൾ എനിക്ക് ഈ ഇസം കൊണ്ട് നടന്നിട്ട് കളവ് നടക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുത്തേ പറ്റുള്ളൂ, തുറന്നു കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരാളല്ല ഉള്ളത്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പാർട്ടി പറയുന്നത്. കേഡർ സ്വഭാവം അടി വരെ ബ്രാഞ്ച് അനുഭാവി വരെ കാൻഡിഡേറ്റ് മെമ്പറും അനുഭാവിയും വരെ ഇതനുസരിക്കുന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതാണ് പൊളിഞ്ഞു പോകുന്നത്. അത് വരുന്ന ആളുകളിൽ കാണും. നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾ പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞല്ലോ. വേണമെങ്കിൽ ഫോൺ പോലീസ് പരിശോധിക്കട്ടെ താങ്കൾ പറഞ്ഞു. അങ്ങനെ വെറുതെ പറഞ്ഞു പോകണ്ട, വേണമെങ്കിൽ ഫോൺ പോലീസ് പരിശോധിക്കും. കാര്യം സാക്ഷാൽ MD വാസുദേവൻ നായർ പറഞ്ഞതിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായോ എന്ന് പോലീസ് അന്വേഷിച്ചു എന്ന് ഒരു മാതൃ പത്രത്തിൽ വന്ന വാർത്തയുണ്ട്. ശരിയാണോ എന്നറിയില്ല. സാക്ഷാൽ MD ഞങ്ങളിലേക്ക് എത്താം. ഷിറ്റി അസഫ് അലി ഞാൻ സച്ചിമാഷന്റെ പറഞ്ഞു പൂർത്തിയാക്കി ജോഷി. സച്ചിദാനന്ദൻ എൻ്റെ മാഷാണ്. സച്ചിദാനന്ദൻ്റെ മാഷാണ്. എന്നെ 3 കൊല്ലം പഠിപ്പിച്ച മാഷാ. സച്ചി മാഷ് രാവിലെ പറഞ്ഞ് വൈകുന്നേരമായപ്പോൾ തിരുത്തി പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് MT വാസുദേവൻ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. വേറെ ഇനമാണ് ആ വ്യത്യാസം എനിക്കുണ്ട്. അതെ, പറയില്ല. ശരി, ഞാൻ അങ്ങനെ എത്താം. ഷിറ്റി അസഫലി, ഇവിടെ ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ED അന്വേഷണം ഏതോ ലെവലിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായി. പ്രകടമായി തന്നെ എന്താണ് അത് തണുത്ത് ഇപ്പോൾ കാര്യമായ അനക്കങ്ങളൊന്നുമില്ല. ഇപ്പോൾ സത്യവാങ്മൂലം തന്നെ ഏതോ സമയത്ത് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെയുള്ള ED ലീക്കുകൾ ഇനിയും ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ ഷിറ്റി അസഫ് അലി? ഞാൻ പറഞ്ഞ ആഷ്മി ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞ കാര്യം ഒരു പാർട്ടിയുടെ ഓർഗനൈസ്ഡ് ഫ്രോഡാണ് ഈ കരുവന്നൂർ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ED മാപ്പുസാക്ഷിയെ കോട്ട് ചെയ്തിട്ടല്ല സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ED കൊടുത്ത സത്യവാങ്മൂല ഒരു വാക്ക് ഞാൻ വായിച്ചോട്ടെ. ഫർദർ ഇറ്റ് ഈസ് റിവീൽഡ് ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ദാറ്റ് സച്ച് അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ബൈ CPIM പാർട്ടി കമ്മിറ്റി ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് ഇൻക്ലൂഡിംഗ് ഫോർ കളക്ടിംഗ് ഫണ്ട്സ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ്, കൺസ്ട്രക്ഷൻ ഓഫ് പാർട്ടി ഓഫീസ്, ഫോർ റൈസിംഗ് ഫണ്ട്സ് ഫോർ ഇലക്ഷൻ എക്സ്പെൻസസ് ആൻഡ് സോവനീർ എക്സെട്ര. ഇത് ഒരു ഏജൻസി സത്യവാങ്മൂലം കൊടുത്തതാണ് കോടതിയിൽ. ബഹുമാന്യനായ റെജി ജൂക്കോ സാറ് പറഞ്ഞു അത് അധികം തെളിയിക്കട്ടെ. അവർ തെളിയിക്കില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? കോടതിയിൽ ഒരു കള്ള സത്യവാങ്മൂലം കൊടുത്താൽ ഇന്ത്യൻ പീനൽ കോഡ് 193 വകുപ്പ് അനുസരിച്ച് 7 കൊല്ലം തടവിന് ശിക്ഷിക്കുന്ന കുറ്റമാണ്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച്, ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടി ജനങ്ങളെ പണം കൊള്ളയടിച്ച് പാർട്ടി ഓഫീസ് ഉണ്ടാക്കി ഭൂമി വാങ്ങി ജനങ്ങളെ എല്ലാം ആത്മഹത്യാ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്നതാണ് EDയുടെ അന്വേഷണം. ഇത് കളവാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു CPM-നെ, മിസ്റ്റർ ഗോവിന്ദനെ, പിണറായി വിജയനെ. EDക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കൂ. CRPC 340 അനുസരിച്ച് ഇവർ കൊടുത്തിരിക്കുന്ന കള്ള സത്യവാങ്മൂലിയാണ്, സത്യത്തിന്റെ കണികയില്ലാത്ത സത്യവാങ്മൂലിയാണ്. അവർക്കത് തെളിയിക്കാൻ കഴിയില്ല. ഇത് പാർട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. ധൈര്യമുണ്ടോ CPM-ന്? കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പാർട്ടിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന വൻകിട ഓർഗനൈസ്ഡ് ക്രൈമാണ്, ഒരു ഓർഗനൈസ്ഡ് ഫ്രോഡാണ്. കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ഭൂമി വാങ്ങി, ആഫീസ് വാങ്ങി, ഫണ്ട് വാങ്ങി, സൊവനീർ വാങ്ങി, ഇലക്ഷൻ ഫണ്ട് ഉപയോഗിച്ചു. എത്ര ആൾ ആത്മഹത്യ ചെയ്തു? എത്രയാൾ പണം കിട്ടാതെ മരണവുമായി മല്ലിട്ട് ആശുപത്രിയിൽ നിന്ന് നരകയാതനം അനുഭവിക്കുന്നു? അപ്പോഴൊരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾ ന്യായമായും കള്ള സത്യവാങ്മൂലത്തിന് ഒരു ഹർജി കൊടുക്കണം. ഇതൊരു ചെറിയ സംഭവമല്ല. ഒരു ഇൻഡിവിജ്വൽ ചെയ്ത ക്രൈം ആണെങ്കിൽ വി ക്യാൻ പണിഷ് ഹിം. അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു നടക്കെ പറയാണ്. അതിനേക്കാൾ ഗുരുതരമാണ് ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടി പദവിയൊക്കെ വേണമെങ്കിൽ നഷ്ടപ്പെട്ട ഇല്ലാതെ പോകാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അഫിഡവിറ്റ് മസ്റ്റായി കൊടുത്തേ മതിയാകൂ. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നായിരുന്നു എന്റെ റിജോടുള്ള ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ ഇവര് വിവരം കൊടുക്കാൻ ജനങ്ങളെ
ആഷ്മി, ഇലക്ഷൻ കമ്മീഷന് വിവരം അറിയിച്ചില്ല എന്നുള്ളതൊരു ചെറിയ ക്ലെയിമാണ്. ഇത് എന്താ നടന്നിരിക്കുന്നത്? ഒരു വലിയ പാർട്ടി കള്ളരേഖ ഉണ്ടാക്കി, ഒരു ആധാരത്തിന്റെ, ഒരു പ്രമാണത്തിന്റെ പേരിൽ നിരവധി കള്ള വ്യാജ ലോൺ ഉണ്ടാക്കി, വസ്തു വാങ്ങി, പാർട്ടി ഫണ്ട് ഉണ്ടാക്കി, ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കി, സോവനീർ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറയാ അവർ കളവ് പറയാണ്. ED ഒന്ന് കൊടുക്കൂ. നിങ്ങൾ ധൈര്യമുണ്ടോ? കളവ് പറഞ്ഞ ED കളവാണ് പറഞ്ഞതെങ്കിൽ അവരെ ജയിലിലടക്കാം. 7 കൊല്ലം തടവ് ശിക്ഷ വിധിക്കുന്ന കുറ്റമാണ് കോടതിയിൽ കള്ള മൊഴി കൊടുക്കുക എന്ന് പറയുന്നത്. 193 IPC ഒന്ന് നോക്കൂ നിങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖത്ത് ചെരുപ്പെടുത്തടിച്ചതിന് തുല്യമല്ലേ ഈ സത്യവാങ്മൂലം? കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് പറയുന്നു, ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് അവർ ആപ്പീസ് എടുത്തിരിക്കുന്നു, അവർ വസ്തു വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് പാർട്ടി പറയുന്നു അത് പറഞ്ഞതെല്ലാം കളവാണ്. കളവാണെങ്കിൽ നിങ്ങൾ അവരെ നടപടിയെടുക്കൂ. ഉറപ്പായും വാസുപലി, അതിനെതിരെ കോടതിയിൽ പോകണം. ഇപ്പൊ ED പറയുന്ന രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ED പറയുന്നത് ഒരു പാർട്ടി, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി ഇത്രത്തോളം മന്ദയിൽ അത്രയും അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും CPM കോടതിയിലേക്ക് അതിനെതിരെ പോകണം. ഞാൻ തിരികെ എത്താം CR-ലേക്കും റജിയിലേക്കുമാണ് ചെയ്തിട്ട് വളരെ ശേഷം. റജിയിലേക്ക് ഞാൻ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ 105 കോടിയുടെ കണക്ക് നോക്കിയായിരുന്നു. ശരിയാണ്, 105 കോടിയുടെ കണക്കുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലൂടെ 105 കോടി, അത്രയും തുകയൊന്നും പണമായി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിക്ഷേപം നിർബന്ധിച്ച് പുതുക്കിച്ച് ബാങ്കിൽ വീണ്ടും ഇടിയിക്കുന്നു. പണമായി എത്ര കൊടുത്തു എന്ന റജി ലൂക്കോസിന് അത് കണക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. 105 കോടി രൂപ നിക്ഷേപകരുടെ പണം സർക്കാർ, പ്രത്യേകിച്ച് സഹകരണ മന്ത്രി VN വാസവൻ മുൻകൈ എടുത്തുകൊണ്ട് അതിൽ നല്ലൊരു ശതമാനവും കേരള ബാങ്കിന്റെ ആസ്തി നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ വിചാരിച്ചു ഞാൻ വെളിപ്പെടുത്തിയ ഒരു വസ്തുത. 105 കോടി എങ്ങനെയാണ് പറയാം, അതിലേക്ക് തന്നെ വരാം. 105 കോടി എങ്ങനെയാണ് വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലൂടെ 105 കോടി ആവുകയാണ്, അല്ലാതെ അത് പണമായി കൈക്കൊടുത്ത കണക്കല്ലത്. തെറ്റാണ്, 100% തെറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ആ കണക്ക് അങ്ങോട്ട് അയച്ചു തരാം. അത് നിൽക്കേ, ഞാൻ വെളിപ്പെടുത്തിയ വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ചർച്ചയെ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ആഷ്മിന്റെ മൗനം പാലിച്ചു. ഈ ചർച്ച പങ്കെടുത്ത ആരും അത് മിണ്ടിയിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ 1-ാം പ്രതി സുനിൽ എന്ന് പറയുന്ന ഗജ ഫ്രോഡ്, അയാളാണ് ഏറ്റവും കൂടുതൽ പണം തട്ടിച്ചത്. അയാളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് എന്ത് രീതിയിലാണ് അയാളെ മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നത്? ഈ ഏറ്റവും വലിയ കൊടും തട്ടിപ്പുകാരനെ അയാളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, അയാളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്ന ഈ പച്ചക്കള്ളങ്ങള് വാർത്തകൾ ആക്കാൻ വേണ്ടിയിട്ട് ED പുറത്തുവിട്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയോ? ഞാൻ വളരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചോദിക്കൂ. ഞാൻ വളരെ ആധികാരികമായിട്ടാണ് ഈ കാര്യം പുറത്തു പറയുന്നത്. അത് നിങ്ങൾ അന്വേഷിക്കുക. അയാളെ പിന്നെ മാപ്പ് സാക്ഷിയാക്കിയിട്ടുണ്ടോ? മാനദണ്ഡത്തിലാണ് ഏറ്റവും വലിയ ഫ്രോഡിനെ മാപ്പ് സാക്ഷിയാക്കിയത്. ഒരു പരമ ഫ്രോഡ് പറഞ്ഞ കാര്യങ്ങൾ അഫിഡവിറ്റായി കണ്ടെത്തലായി കോടതി ED കൊടുത്തുവെങ്കിൽ CPM എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ മടിക്കുന്നു എന്നതായിരുന്നു ചോദ്യം. റജി, അതിന് നിയമപരമായ വാലിഡിറ്റി ഉള്ളതാണ്. അത് പോട്ടെ, ഇതിനു മുൻപ് ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. റജി ലൂക്കോസ്, ഇതിനു മുൻപ് ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ CPM എന്ന് പറഞ്ഞ ഓർഡറാണത്. അതിന് നിയമപരമായ ഒരു ക്വാസി ജുഡീഷ്യൽ മനുഷ്യൻ എഴുതിയ ഓർഡറാണ്. അതിന് നിയമപരമായ വാലിഡിറ്റി ഉണ്ട്. CPM എന്തെങ്കിലും ചെയ്തോ? എവിടെയെങ്കിലും ചലഞ്ച് ചെയ്തോ? റജി, ഹാഷ്മി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കരവന്നൂരിൽ നിന്നും CPM-ന്റെ നേതൃത്വത്തിൽ കുറെ പണം തട്ടിക്കൊണ്ടുപോയെന്നും പാവപ്പെട്ട ഒരു ജോഷിയെ മുൻനിർത്തിക്കൊണ്ട് അവർക്കാർക്ക് പണം തിരിച്ചു കൊടുക്കുന്നില്ല എന്നും പാവങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കല്പങ്ങളും നശിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ വസ്തുതയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ 160 പിന്നെ UDF ഭരിക്കുന്ന 160 ബാങ്കുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ബാങ്കിൽ, അല്ലാതെ പറഞ്ഞു കൊടുത്തില്ല, ചുമ്മാ അങ്ങനെ പറഞ്ഞു പോവാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഈ രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ പറയുക, തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നിങ്ങൾ നോക്കൂ. പുൽപ്പള്ളി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ CPM-നെ തകർക്കാനായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പഴയ രീതിയിലുള്ള ശൈലികൾ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള നാടകങ്ങളാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. അത് തന്നെയാണ് ഞങ്ങളെ പോലുള്ളത് പറയുന്നത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? നിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ശരി, CR, ഈ 105 കോടി എന്ന് പറയുന്നത് ഈ നിക്ഷേപം നിർബന്ധിച്ച് പുതുക്കിച്ചിട്ട് വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലുണ്ടാവും 105 കോടിയാണോ, അതോ 105 കോടി ബൈ ക്യാഷ് കൊടുത്തു എന്നാണോ? CR, ഞാൻ അന്വേഷിച്ചതാണ്. ഞാൻ ഇപ്പൊ കൃത്യമായി പറയാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ജോഷിക്ക് പറയാം. കോടതിയിൽ പോയ വളരെ കുറച്ചു പേർക്ക് അവരുടെ നിക്ഷേപത്തിന്റെ 25% കൊടുത്തു. ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ക്യാപിറ്റലിന്റെ 10% ഇൻട്രസ്റ്റും കൊടുത്തു.
ഒരു ക്യാപിറ്റലിൻ്റെ 10% ഇൻട്രസ്റ്റും കുറേ ആളുകളോട്, വലിയ ലോണുള്ള ആളുകളോട് നിങ്ങൾക്ക് തന്നാൽ അവർക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല. പൈസ കൊടുത്തവർ പോലും ഉണ്ട്. മുഴുവൻ പൈസ കൊടുത്താൽ മരിച്ച ആ സ്ത്രീയുടെ ഭർത്താവിന് മുഴുവൻ പണം കൊടുത്തു. അവിടെ അതാണ് തെറ്റ്. അതെ, നിങ്ങൾ എന്തിനാ പണം കൊടുത്തേ? ഒന്ന് അവിടെ നിൽക്കട്ടെ. അല്ല, എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ജനങ്ങളുടെ പണം എടുത്ത് CPM തട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് പകരം വയ്ക്കാൻ ആരാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുത്തിയത്? കേരള ബാങ്ക് എന്ന് പറയുന്നത് വെറും CPMന്റെ ചൊറവാട്ട് സ്വത്തല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ സമ്പത്താണ്. ആരാ തട്ടിപ്പ് നടത്തിയത്? അദ്ദേഹം പറഞ്ഞില്ലേ CPM അല്ലാന്ന്. ഞാൻ ചോദിച്ചല്ലോ, 30 കിലോമീറ്റർ അകലെയുള്ള അരവിന്ദാക്ഷൻ എങ്ങനെയാണ് അവിടെ വന്നത്? എങ്ങനെ ആധികാരികമായിട്ട് പറയുന്നു? ഞാൻ പറയാം, എന്റെ കണക്കുണ്ട്. എന്ന് പറയുന്ന ഏജൻസിയുടെ നിങ്ങൾ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു ED പറയുന്നത്. നിങ്ങൾ ഇത് കേക്ക്. ഞാൻ ED അല്ല കോട്ട് ചെയ്തത്, ഞാൻ കരുവന്നൂർക്കാരെയാണ് കോട്ട് ചെയ്തത്. റജി ലൂക്കത്തിന് വരാം. ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ പറയാം. അവിടെ കൊടുത്ത പൈസയാണ് ഞാൻ പറഞ്ഞത്. നിക്ഷേപത്തിന്റെ ക്യാപിറ്റലിന്റെ 10%. ഇത് ഈ പറഞ്ഞ 120 കോടി രൂപ വരുമെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞ 1200 കോടി രൂപയുടെ നിക്ഷേപം അവിടെ ഉണ്ടോ? ഇല്ല. പ്രശ്നം അതല്ല. പിന്നെ പറഞ്ഞതുപോലെ ഒരു അൽഫോൺസാക്ക് വീട്ടിൽ മരിച്ചപ്പോൾ പൈസ കൊണ്ടുകൊടുത്തു എന്ന്, അതൊന്നുമല്ല ചോദ്യം. ചോദ്യം എന്താ? 270 കോടി രൂപയുടെ ബാധ്യത ഇപ്പോഴും അവിടെയുണ്ട്. അതെങ്ങനെയാ ഈ ലോൺ ഈ ബാധ്യത വരുന്ന എപ്പോഴാണെന്നറിയോ ഹാഷ്മി? അവിടെയാണ് തട്ടിപ്പ്. ഇപ്പൊ ജനുവരി 30-ന് ഞാൻ പറഞ്ഞു 100 കോടി എങ്ങനെ വന്ന കണക്ക്. അത് വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലുണ്ടാക്കിയതാണ്. നിക്ഷേപങ്ങൾ നിർബന്ധിച്ച് അവിടെ തന്നെ ഇട്ട് പുതുക്കുകയാണ്. അങ്ങനെ ഉണ്ടായ 100 കോടിയാണ്, അല്ലാതെ ബൈക്ക് ക്യാഷ് കൊടുത്ത പണമല്ലത്. ഞാൻ പറഞ്ഞുതരാം. തെറ്റിദ്ധരിപ്പിക്കണ്ട. അതായത് ഉദാഹരണം ഈ ജനുവരി 30-ന് നിങ്ങൾ മിണ്ടായിക്ക്, നിങ്ങൾ പറയുന്നു. ഞാൻ എൻ്റെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ജനുവരി 30-ന് എൻ്റെ FD കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ബാധ്യതയായിട്ട് അവർ കണക്കാക്കില്ല. മനസ്സിലായോ? ജനുവരി 31-ന് എൻ്റെ ബാധ്യതയാവും അത്. അപ്പൊ ഞാൻ 1 വർഷം കൂടി പുതുക്കിയാലോ ബാധ്യതയിൽ നിന്ന് ഒഴിവാവുന്നു. ഇവിടെയാണ് കളി. ഒരു പോയിന്റ് കൂടി. 30 കിലോമീറ്റർ അകലെയുള്ള AC മൊയ്തീന്റെ അടുത്ത സുഹൃത്തായ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറും കൗൺസിലറുമായ അരവിന്ദാക്ഷൻ എങ്ങനെ കരുവന്നൂർ ബാങ്കിൽ വന്നു? അത് വന്നു എന്ന പരാതി AC മൊയ്തീന് 2016 മുമ്പ് കൊടുത്തതായിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. AC മൊയ്തീൻ അങ്ങനെ വലിയ ആളൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിന് പരാതി കൊടുത്തു. അദ്ദേഹം അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. അന്വേഷിച്ചോന്ന് എനിക്കറിയില്ല. അതിനോട് ചേർത്ത് പറയേണ്ടത്, ഈ അരവിന്ദാക്ഷനെതിരെ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി അകത്ത് കിടക്കുന്ന അരവിന്ദാക്ഷനെതിരെ എന്തെങ്കിലും നടപടി പാർട്ടി എടുത്തോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കപ്പുറം, എല്ലാ വ്യവഹാരങ്ങൾക്കും അപ്പുറം, പാവപ്പെട്ട ജോഷിയെ പോലെയുള്ള അവിടുത്തെ പരമസാധുക്കളായ നിക്ഷേപകർക്ക് എല്ലാം വിശ്വസിച്ച് പണമിട്ടവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. ഈ പറയുന്ന വറ്റ് കണക്കും അല്ലെങ്കിൽ എന്താണ് കറുത്ത വറ്റ് എന്ന് പറയുന്നതിനപ്പുറം, ഒരു ജില്ലക്കാശും നഷ്ടപ്പെടില്ല എന്ന് പറയുന്നതിനപ്പുറം ആ പണം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കലാണ് മര്യാദ. ചർച്ച പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.